ഞാനിതാ 2 ദിവസങ്ങൾക്ക് ശേഷം വീണ്ടും ലൈവിൽ വന്നിരിക്കുന്നു. 2 ദിവസം ഞാൻ ലൈവിൽ വന്നില്ല. ഞാൻ ബോധിനി. ഞാനിവിടെ 11 ദിവസങ്ങൾ ലൈവിൽ വന്നിരുന്നു. ഈ 11 ദിവസത്തെ എൻ്റെ ലൈവിൽ വരവ് ഒരുപാട് പ്രശ്നങ്ങൾ സൃഷ്ടിച്ചു. 2 കാര്യങ്ങളാണ് അതിൽ പ്രധാനമായും പ്രശ്നങ്ങൾ സൃഷ്ടിച്ചത്. ഒന്ന്, എൻ്റെ സ്വകാര്യ ജീവിതത്തെക്കുറിച്ച് ഞാൻ തുറന്നടിച്ചു പറഞ്ഞു എന്നതാണ് ഒരു കുഴപ്പം. രണ്ടാമത്, പല ആളുകളെയും, ബന്ധുക്കളെയും അല്ലാത്തവരെയുമായ പല ആളുകളുടെയും പേരുകൾ ഞാൻ ഇതിൽ വിളിച്ചു പറഞ്ഞു. അത് അവരുടെ അഭിമാനത്തെ, മാനത്തെ വളരെയധികം ബാധിച്ചു എന്നാണ് പറയുന്നത്. ഇങ്ങനെ 2 കാരണങ്ങളാൽ ഞാൻ ഇനി എന്തു ചെയ്യണം എന്ന ആലോചനയിലായിരുന്നു. എൻ്റെ മനസ്സ് ആഗ്രഹിക്കുന്നത് ഒരാളെയും വേദനിപ്പിക്കരുതെന്നാണ്. അതെ, ഒരാളെയും വേദനിപ്പിക്കരുത്. എനിക്ക് ധൃതി കൂടുകയാണ് ചെയ്തത്. എൻ്റെ ലൈവിൽ കൂടുതൽ ആളുകൾ ഉണ്ടാകണമെന്ന് തോന്നലാണ് എന്നെ പ്രശ്നം സൃഷ്ടിച്ചത്. സത്യത്തിൽ ഞാൻ ശുദ്ധനായ മനുഷ്യനാണ്. പക്ഷേ എൻ്റെ ധൃതി കൊണ്ട് ഞാൻ മറ്റുള്ളവർക്ക് അപകീർത്തി വരുമോ എന്നൊന്നും നോക്കിയില്ല. അതാണ് സംഭവിച്ചത്. അതുകൊണ്ട് ഞാൻ 2 ദിവസത്തേക്ക് ഒരു ആലോചനയിലായിരുന്നു, എന്തു വേണം എന്ന്. പിന്നീടാണ് എനിക്ക് മനസ്സിലാകുന്നത്, ഞാൻ തിരുത്തിയാൽ മതിയല്ലോ. എനിക്ക് വന്ന പിഴവ് തിരുത്തിയാൽ വീണ്ടും ലൈവ് തുടങ്ങാം എന്ന് ഉള്ളത് ഞാൻ മനസ്സിലാക്കി. അങ്ങനെ ഞാൻ ഇനി മുതൽ ലൈവ് ഇടുന്നതിൽ ഒരാളുടെയും പേര് പറയാനോ അവരെ അപകീർത്തിപ്പെടുത്താനോ ശ്രമിക്കുന്നില്ല. വിഷയം കൂടുതൽ സത്യസന്ധമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഞാൻ പേര് പറയാൻ ഉദ്ദേശിച്ചത്. അല്ലെങ്കിൽ പേര് വളരെ കൃത്യമായ ഡീറ്റെയിൽസ് കൊടുക്കാൻ നിശ്ചയിച്ചത്. ഇനി ഞാൻ അത് ചെയ്യുന്നില്ല. ഇനി എനിക്ക് കേൾവിക്കാരല്ലെങ്കിൽ കാണികൾ കൂടണമെന്ന വിചാരത്തോടു കൂടി ഞാൻ ഒന്നും ചെയ്യുന്നില്ല. എൻ്റെ ലൈവ് ആരും കണ്ടില്ലെങ്കിലും എനിക്കതൊരു വിരോധവുമില്ല. ഞാൻ എന്നെക്കുറിച്ച് പറയുകയാണ്, അല്ലെങ്കിൽ എൻ്റെ അനുഭവങ്ങളെക്കുറിച്ച് പറയുകയാണ്, എൻ്റെ സത്യത്തെക്കുറിച്ച് പറയുകയാണ്, എൻ്റെ ചിന്തകളെക്കുറിച്ച് പറയുകയാണ്, എൻ്റെ തത്വചിന്തയെക്കുറിച്ച് പറയുകയാണ് ഇവിടെ. ഇനി അങ്ങോട്ട് എനിക്ക് പ്രാധാന്യമുള്ളത് എൻ്റെ തത്വചിന്തയാണ്. എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിലുള്ള ആശയങ്ങൾ, ആദർശങ്ങൾ, സിദ്ധാന്തങ്ങൾ, നിശ്ചയങ്ങൾ, ഇച്ഛകൾ, ഇതൊക്കെയാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. ഈ ലൈവിലൂടെ എനിക്ക് എത്ര വ്യൂസ് ഉണ്ടായി, എത്ര കാഴ്ചക്കാരുണ്ടായി എന്നുള്ളതിന് പ്രസക്തിയില്ല. ലൈവിൽ എത്ര പേര് കാണാൻ വരുന്നുണ്ട്, ഇതൊന്നും എൻ്റെ ഇനിയുള്ള ലൈവിൻ്റെ ആവശ്യങ്ങളല്ല. ഇപ്പോൾ നമ്മൾ വിവാദമുണ്ടാക്കുക, അങ്ങനെ റീച്ച് ഉണ്ടാക്കുക, അതിലൂടെ പണം സമ്പാദിക്കുക, അതിന് കഴിയുന്നവരൊക്കെ ധാരാളമുണ്ട്. ഇപ്പോൾ ഒരു ചെകുത്താൻ തന്നെ നോക്കുക, നെഗറ്റീവായിട്ടുള്ള ഒരു കാര്യങ്ങളൊക്കെ പറഞ്ഞ് വലിയ പ്രസിദ്ധരായ മോഹൻലാലിനെ കുറ്റപ്പെടുത്തി പറഞ്ഞു. അപ്പോൾ കുറേ വിഡ്ഢികളും മണ്ടന്മാരും അത് നോക്കിയിരുന്നു. അതായത് മനുഷ്യരൊക്കെ മണ്ടന്മാരാണ്. അതെനിക്ക് പറയാനുള്ള അവകാശമുണ്ട്. അത് ഞാൻ പറയുകയാണ്. എൻ്റെ ഭാഷയിൽ അതാണ് പ്രാധാന്യമുള്ള കാര്യം. എൻ്റെ ഭാഷയിൽ മനുഷ്യരൊക്കെ മണ്ടന്മാരാണ്, വിഡ്ഢികളാണ്, മൂഢന്മാരാണ്. ഈ ഫേസ്ബുക്ക് നോക്കുന്നവരിൽ ബഹുഭൂരിപക്ഷവും ഈ ഗണത്തിൽപ്പെട്ടവരാണ്. അതുകൊണ്ട് അവരെ സ്വാധീനിക്കുക എന്നുള്ളത് ഒരു ലക്ഷ്യമായിട്ട് എടുത്താൽ നമ്മളും അവരുടെ മണ്ടത്തരം വിളിച്ചു പറയണം. ഞാനും ആ മണ്ടത്തരത്തിലേക്ക് എത്തിപ്പെടണം. അപ്പോൾ ഞാൻ എൻ്റെ ഒരു നിലവാരം പുലർത്തിക്കൊണ്ട് എൻ്റെ ഇച്ഛകളും ലക്ഷ്യങ്ങളും ആദർശങ്ങളും തത്വങ്ങളും അവതരിപ്പിക്കുക എന്നുള്ളതാണ് എൻ്റെ ലക്ഷ്യം. അതെ, അതിന് മറ്റൊരാളെ കുറ്റപ്പെടുത്തേണ്ട ആവശ്യമില്ല, മറ്റൊരാളെ തെറി വിളിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഞാൻ ചെകുത്താൻ എന്ന് പറയുന്ന യൂട്യൂബർ ചെയ്യുന്നത് പോലെ ഒന്നും ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല.
മനസ്സിലാക്കുക. അല്ലെങ്കിൽ പല യൂട്യൂബർമാരും അതുകൊണ്ട് ഒരു ഓട്ടോറിക്ഷ ഓടിച്ചിരുന്ന ഒരു യൂട്യൂബറുണ്ട്, ചുമന്ന മണ്ണ്, ജോബി ചുമന്ന മണ്ണ്. അയാളൊക്കെ പോസിറ്റീവായ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ്, സമൂഹത്തിൽ മാന്യനായി നിന്നുകൊണ്ടാണ് അയാൾ വിജയിച്ചത്. അയാൾ ഒരു ഓട്ടോറിക്ഷക്കാരനായിരുന്നു. അയാളുടെ സ്ഥിതിയൊക്കെ ഇപ്പോൾ വളരെ മെച്ചപ്പെട്ടിട്ടുണ്ടാകും. അയാൾ ഫോറിൻ രാജ്യങ്ങളിലേക്കൊക്കെ ഇപ്പോൾ പോകുന്നുണ്ട്. അപ്പോൾ അയാൾ മാന്യനായിക്കൊണ്ടാണ് അയാൾ വിജയിച്ചത്, അല്ലേ? അതേസമയം ചെകുത്താൻ വിജയിക്കുന്നതോ മാന്യനായിക്കൊണ്ടാണോ? അല്ല, കുപ്രസിദ്ധി നേടിക്കൊണ്ടാണ് ചെകുത്താൻ വിജയിക്കുന്നത്. ആളുകൾക്ക് ഇതൊക്കെ ശ്രദ്ധിക്കാനാണ് താല്പര്യം. ചെകുത്താൻ്റെ കാര്യവും, അല്ലെങ്കിൽ ഇസ്രായേലിൻ്റെ യുദ്ധത്തിൻ്റെ കാര്യവും, അല്ലെങ്കിൽ ഇവിടെ വയനാട്ടിലെ ദുരന്തത്തിൻ്റെ കാര്യവും, അല്ലെങ്കിൽ അർജുനൻ്റെ കാര്യവും, അല്ലെങ്കിൽ അവിടെ നടക്കുന്ന കൊലപാതകത്തെക്കുറിച്ച്, അവിടെ നടക്കുന്ന ആക്സിഡൻറ്റിനെ കുറിച്ച്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാനാണ് പാവം മനുഷ്യർ, ഞാൻ അങ്ങനെ പറയട്ടെ, സാധാരണക്കാരായ മനുഷ്യർ ശ്രദ്ധിക്കുന്നത്. അവനവൻ്റെ കാര്യം നോക്കി, അവനവൻ്റെ വളർച്ചയെപ്പറ്റി പഠിച്ച്, അവനവന് പണമുണ്ടാക്കി, അവനവന് കടമില്ലാതെ സന്തോഷമായി എങ്ങനെ ജീവിക്കാമെന്നല്ല. അപ്പോൾ ഞാനിവിടെ ഇപ്പോഴല്ല, എൻ്റെ ജീവിതത്തിൽ തന്നെ ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ളത് എങ്ങനെ സന്തോഷമാകാമെന്നാണ്. പക്ഷേ ആ കലശലായിട്ടുള്ള ആ ആശയം എങ്ങനെ സന്തോഷമാകാമെന്ന് എനിക്ക് ചിന്തിക്കേണ്ടി വരുന്നത് എൻ്റെ സന്തോഷം നഷ്ടപ്പെട്ടപ്പോഴാണ്. അതെ, എൻ്റെ സന്തോഷം നഷ്ടപ്പെട്ടപ്പോഴാണ്. ഞാൻ ധനികനായിട്ടും ഞാൻ സന്തോഷവാനാകുന്നില്ല. എന്തുകൊണ്ടാണ്? അതിൻ്റെ കാരണങ്ങളെക്കുറിച്ച് ഞാൻ തന്നെ ചിന്തിച്ചു. എനിക്ക് തന്നെ അതിന് ഉത്തരങ്ങൾ കിട്ടുന്നുണ്ട്. അങ്ങനെ അതുകൊണ്ടാണ് ഞാൻ തിരുത്തൽ നടത്തുന്നത്. ഒരു മനുഷ്യൻ സന്തോഷവാനാകാൻ എന്തു വേണമെന്നത് വളരെ പ്രധാനപ്പെട്ടൊരു ചോദ്യമാണ്. ഇവിടെ ആരും അത്ര സന്തോഷവാന്മാരല്ല. ഒരുപാട് പ്രശ്നങ്ങളിലാണ് മനുഷ്യൻ നീങ്ങുന്നത്, അല്ലേ? വളരെ പ്രശ്നങ്ങളിലാണ് മനുഷ്യൻ നീങ്ങുന്നത്. കടത്തിൻ്റെ പ്രശ്നം തുടങ്ങി ആയിരം പ്രശ്നങ്ങളുണ്ട്. അപ്പം ഞാനിവിടെ ചിന്തിക്കുന്നത്, ഒരു മനുഷ്യൻ എങ്ങനെ ദിവസം മുഴുവൻ സന്തോഷവാനായിരിക്കാം? ദിവസം മുഴുവൻ രാവിലെ ഉണർന്ന് രാത്രി ഉറങ്ങുന്നത് വരെയുള്ള ആ പൂർണ്ണ സമയവും സന്തോഷവാനായിരിക്കുക എങ്ങനെ കഴിയുമെന്നുള്ളതാണ്. ഇത് വളരെ ഗൗരവമുള്ളൊരു ചോദ്യമാണ്, വളരെ അത്യാവശ്യമുള്ളൊരു കാര്യമാണ്. പക്ഷേ ഇതിന് നമുക്കൊന്നും സാധിക്കുന്നില്ല. ചിലപ്പോൾ നേരം വെളുക്കുമ്പോൾ ഒരു ഉഷാറൊക്കെ ഉണ്ടാകും. എന്തെങ്കിലും കാര്യങ്ങളിലൊക്കെ ഏർപ്പെട്ട് വരുമ്പോൾ, അത് നടക്കാതെ വരുമ്പോൾ, അത് വിജയിക്കാതെ വരുമ്പോൾ നമ്മൾ ദുഃഖിതനായി പോകും. മനസ്സിലാക്കുക. അപ്പോൾ ഞാനിപ്പോൾ ലൈവ് ഇടുന്നു. ഇതിൽ ഒരു 100 ആൾ വന്ന് ഇത് കാണുന്നുണ്ടെങ്കിൽ ഞാൻ സന്തോഷവാനാകുന്നു. അങ്ങനെ ഇത് 100 ആളെ കാണിക്കുന്നതിന് വേണ്ട കുതന്ത്രങ്ങളും തന്ത്രങ്ങളും വക്രതകളും ഒക്കെ ഞാൻ ആവിഷ്കരിക്കുന്നു, അല്ലേ? അങ്ങനെയാണ്. അപ്പോൾ ഇതിൽ 100 ആൾ വന്ന് കണ്ടാൽ എനിക്ക് സന്തോഷമായി. ഇതല്ല ശരിയായിട്ടുള്ള ഒരു മാർഗം. ശരിയായിട്ട് വേണ്ടത് ദിവസം മുഴുവൻ നമ്മൾ സന്തോഷവാനായിരിക്കുക. അതിലും വലിയ സന്തോഷമില്ല. ഞാനിവിടെ ദിവസം മുഴുവൻ ഒരു മനുഷ്യൻ സന്തോഷവാനായിരിക്കേണ്ടത് എങ്ങനെയാണെന്ന് ഞാൻ ആരെയും പഠിപ്പിക്കാനൊന്നും ഉദ്ദേശമില്ല. ആർക്കും ഒരു ഉപദേശം കൊടുക്കാനും ഞാൻ ഉദ്ദേശമില്ല. എൻ്റെ ഈ ലൈവിൻ്റെ ഉദ്ദേശം എന്താണെന്ന് ചോദിച്ചാൽ, ഞാൻ എന്നെ തന്നെ പഠിപ്പിക്കുകയാണ്. എൻ്റെ തന്നെ സന്തോഷമാണ് ഞാൻ കണ്ടെത്തുന്നത്. മനസ്സിലാക്കുക, എൻ്റെ തന്നെ സന്തോഷമാണ് ഈ ലൈവിലൂടെ ഞാൻ കണ്ടെത്തുന്നത്. അപ്പോൾ എൻ്റെ അനുഭവത്തിൽ, എൻ്റെ ഭാഷയിൽ, എൻ്റെ തത്വചിന്തയിൽ, എൻ്റെ വിചാരത്തിൽ ഞാൻ സന്തോഷം കണ്ടെത്തുന്നതിന് 4 മാർഗങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. 4 മാർഗങ്ങൾ. ശ്രീബുദ്ധനൊക്കെ പറഞ്ഞ ഒരു ആശയത്തെ ബന്ധപ്പെടുത്തിയാണ് ഈ മാർഗങ്ങൾ ഞാൻ അവതരിപ്പിക്കുന്നത്. ശ്രീബുദ്ധൻ പറഞ്ഞതിൽ ഏറ്റവും വലിയ ചില ആശയങ്ങൾ ഞാനത് ഇവിടെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളതാണ്, എങ്കിലും പറയുകയാണ്. ദുഃഖമുണ്ട്, ദുഃഖത്തിന് കാരണമുണ്ട്, ദുഃഖത്തിന് പരിഹാരമുണ്ട്. ഇതാണ് ശ്രീബുദ്ധൻ പറഞ്ഞത്. പക്ഷെ ഞാനിവിടെ ഒരു തിരുത്തു വരുത്തുകയാണ്. ദുഃഖമുണ്ട് എന്ന് നിർബന്ധമായി പറയുന്നത് ശരിയല്ല. ദുഃഖത്തെ ഒഴിവാക്കാനാകും. അല്ലെങ്കിൽ ദുഃഖമില്ലാത്ത ഒരവസ്ഥ നമുക്ക് ഉണ്ട് എന്നാണ് ഞാൻ വാദിക്കുന്നത്.
ദുഃഖമില്ലാത്ത ഒരവസ്ഥ മനുഷ്യനിലുണ്ടെന്ന് ഞാൻ അവകാശപ്പെടുന്നു. അതിന് ആവശ്യമായിട്ടുള്ളത് എന്താണ്? ദുഃഖമില്ലാതിരിക്കാൻ എങ്ങനെ നമുക്ക് കഴിയും? ഇതാണ് എൻ്റെ ചോദ്യം. മനസ്സിലാക്കുക. ദുഃഖമില്ലാതിരിക്കാൻ എങ്ങനെ കഴിയും? ഇതാണ് എൻ്റെ കാതലായ ചോദ്യം, പ്രസക്തമായ ചോദ്യം, പ്രധാനപ്പെട്ട ചോദ്യം. ആ ചോദ്യത്തിന് ഞാൻ 4 മാർഗങ്ങളിലൂടെ ദുഃഖമില്ലാതാക്കാം എന്ന് പറയുന്നു. അപ്പോൾ ശ്രീബുദ്ധൻ പറഞ്ഞത് എന്താണ്? ദുഃഖമുണ്ട് എന്ന് പറഞ്ഞാൽ ദുഃഖം എന്ന് പറയുന്ന സാധനം ഇല്ലാതിരിക്കാൻ മനുഷ്യന് കഴിയില്ല. അയാൾ ആരുമാകട്ടെ, അയാൾ മനുഷ്യനാണോ എങ്കിൽ അയാൾക്ക് ദുഃഖമുണ്ട് എന്നാണ് ശ്രീബുദ്ധൻ പറഞ്ഞു വച്ചത്. ആ സിദ്ധാന്തത്തെ ഇന്നും ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ആളുകൾ ഏറ്റെടുത്തിട്ടുമുണ്ട്. 2500 വർഷം കഴിഞ്ഞിട്ടും ആ സിദ്ധാന്തത്തെ ഏറ്റെടുത്തിട്ടുണ്ട്. ഞാനിവിടെ പറയുന്നത് ദുഃഖം നിർബന്ധമല്ല. ശ്രീബുദ്ധൻ പറഞ്ഞതിനെ ഞാൻ ഖണ്ഡിക്കുകയാണ്, നിഷേധിക്കുകയാണ്, അവഗണിക്കുകയാണ്, പുച്ഛിക്കുകയല്ല. മനസ്സിലാക്കുക. ദുഃഖം നിർബന്ധമല്ല. ശ്രീബുദ്ധൻ ദുഃഖമുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ആ സ്ഥാനത്ത് ഞാൻ പറയുന്നത് ദുഃഖം നിർബന്ധമല്ല എന്ന് പറഞ്ഞാൽ ദുഃഖം അങ്ങനെ വേണമെന്ന് ഒരു നിർബന്ധമില്ല. അത് ഇല്ലാതിരിക്കുന്ന അവസ്ഥയുണ്ട്. ദുഃഖമില്ലാതിരിക്കുന്ന അവസ്ഥയെക്കുറിച്ചാണ് ഞാനിവിടെ പറയുന്നത്. മനസ്സിലാക്കുക. എങ്ങനെയൊക്കെ നമുക്ക് ദുഃഖമില്ലാതാക്കാം? ആ 4 മാർഗങ്ങൾ ഞാനിവിടെ വിശദീകരിക്കുകയാണ്. 1, മതത്തെ ഒഴിവാക്കുക. നിങ്ങൾക്കിത് ഞാൻ പറയുമ്പോൾ ഇത് ശരിയല്ലാത്തൊരു കാര്യമാണെന്ന് തോന്നാം. അത് നിങ്ങളുടെ വിഷയം. എനിക്ക് ശരിയെന്ന് ബോധ്യമുള്ള കാര്യം ഞാൻ പറയുന്നു. ഇതിലൂടെ ഞാൻ കുപ്രസിദ്ധനാവുകയാണെങ്കിൽ ആയിക്കൊള്ളട്ടെ, ഞാൻ പൊട്ട മനുഷ്യനാവുകയാണെങ്കിൽ ആയിക്കൊള്ളട്ടെ, അതെനിക്കൊരു പ്രശ്നമല്ല. ഞാൻ പറയുന്നു ദുഃഖത്തിന് മതത്തെ ഒഴിവാക്കണം എന്നാണ് ഞാൻ പറയുന്നത്. നിങ്ങളൊക്കെ മതവിശ്വാസിയായിരിക്കാം, പക്ഷേ ഞാൻ മതവിശ്വാസിയല്ല. അത് ഞാൻ തുറന്നു പറയുന്നു. ദുഃഖം ഒഴിവാക്കുന്നതിന് മതത്തെ ഒഴിവാക്കുന്നതാണ് എൻ്റെ ഭാഷയിൽ ആദ്യത്തെ മാർഗം. 2ാമത്തെ മാർഗം ആചാരങ്ങളെ ഒഴിവാക്കുക. ആചാരങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നിങ്ങൾക്കറിയാം. ദുരാചാരങ്ങളുമുണ്ട്, സദാചാരങ്ങളുമുണ്ടെന്നാണ് ആചാരവാദികളൊക്കെ പറയുന്നത്. എൻ്റെ ഭാഷയിൽ ദുരാചാരവും സദാചാരവും എന്ന 2 ആചാരമില്ല. എല്ലാ ആചാരങ്ങളും ദുരാചാരങ്ങളാണ്. ഇപ്പോൾ മരിച്ചു കഴിഞ്ഞാൽ നടത്തുന്ന കർമ്മങ്ങളൊക്കെ എൻ്റെ ഭാഷയിൽ ദുരാചാരങ്ങളാണ്. നമ്മളെ മാമൂൽസ മുക്കുന്നതൊക്കെ എൻ്റെ ഭാഷയിൽ ദുരാചാരമാണ്. പള്ളിയിൽ കുർബാന ചെല്ലുന്നത് എൻ്റെ ഭാഷയിൽ ദുരാചാരമാണ്. അല്ലെങ്കിൽ അമ്പലത്തിൽ നടക്കുന്ന കാര്യങ്ങൾ, ഇതൊക്കെ എൻ്റെ ഭാഷയിൽ ദുരാചാരങ്ങളാണ്. അപ്പോൾ ഞാൻ എന്നോട് പറയുന്നു, ഞാൻ നിങ്ങളോടും പറയുന്നു, ദുരാചാരങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുക. ആദ്യം പറഞ്ഞു മതങ്ങളിൽ നിന്ന്, മതത്തിൽ നിന്ന്, സ്വന്തം മതത്തിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുക എന്ന്. 2ാമത് പറഞ്ഞു ദുരാചാരങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുക എന്ന്. 3ാമത് ഞാൻ പറയുന്നത് സമൂഹത്തെ അവഗണിക്കുക എന്നാണ്. അവഗണിക്കുക എന്ന് പറഞ്ഞാൽ അത് വലിയ പുലിവാല് പിടിച്ച സാധനമാണ് സമൂഹം. ആ സമൂഹത്തിൽ നിന്ന് നമ്മൾ മാറി നിൽക്കുക, അത്രയേ വേണ്ടൂ. അതിനെ വെല്ലുവിളിക്കാൻ പോകണ്ട, അതിനെ ചോദ്യം ചെയ്യാൻ പോകണ്ട, അതിനെ പഠിപ്പിക്കാൻ പോകണ്ട, അതിൽ അംഗമാകാൻ പോകണ്ട, ഇതൊന്നും ചെയ്യണ്ട. നമ്മളിങ്ങോട്ട് ഒഴിഞ്ഞു നിൽക്കുക. സമൂഹം പെശക, സമൂഹം അപകട എന്ന് മനസ്സിലാക്കി അതൊന്ന് ഒഴിഞ്ഞു നിൽക്കുക. ഇത് അധികം ആർക്കും കഴിയുന്ന കാര്യമല്ല. അധികമാർക്കെന്നല്ല, ആർക്കും കഴിയുന്ന കാര്യമല്ല. കാരണം മനുഷ്യൻ സമൂഹ അംഗമാണ്, സമൂഹത്തിൻ്റെ ഭാഗമാണ് എന്ന് ഉറച്ചു വിശ്വസിക്കുന്നവരാണ് മനുഷ്യർ. സമൂഹത്തിൽ മാന്യനാകണം, സമൂഹത്തിൽ നല്ലവനായി ചമയണം, ഇതൊക്കെയാണ് എല്ലാവരും കരുതുന്നത്. മനസ്സിലാക്കുക. എൻ്റെ ഭാഷ ഇതാണ്. സമൂഹത്തിൽ നിന്നും സമൂഹത്തെ അവഗണിക്കുക. അവഗണിക്കുക എന്ന പദത്തിൻ്റെ അർത്ഥം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് ഞാൻ അധികം വിശദീകരിക്കുന്നില്ല. ഇനി 4ാമതൊരു മാർഗം ഞാൻ പറയുന്നുണ്ട്. എന്താണ് 4ാമതൊരു മാർഗം? അപ്പോൾ ശ്രീബുദ്ധൻ പറഞ്ഞത് ഈ ദുഃഖത്തിൽ നിന്ന് മുക്തനാകാൻ 8 മാർഗങ്ങൾ ശ്രീബുദ്ധൻ പറഞ്ഞു. ആ 8 മാർഗങ്ങൾ ഏതാണെന്ന് ഞാൻ കാണാപാഠം പഠിച്ചിട്ടില്ല. ഞാൻ നേരത്തെയൊക്കെ പണ്ടൊക്കെ ധാരാളം വായിച്ചിട്ടുണ്ട്. പക്ഷെ ഇപ്പോൾ അതിന് ഞാൻ പ്രാധാന്യം കൊടുക്കുന്നില്ല. കാരണം ദുഃഖമുണ്ടെങ്കിലല്ലേ ഈ പരിഹാരത്തിന് 8 മാർഗങ്ങൾ ആവശ്യമുള്ളൂ.
അപ്പോൾ ദുഃഖമില്ലാത്ത ഒരു മനസ്സാണ്, ഒരു മനുഷ്യനെയാണ് ഞാൻ കാണുന്നത്. അതുകൊണ്ട് 8 മാർഗങ്ങളും എനിക്ക് സ്വീകാര്യമല്ല. ഞാനത് ഗൂഗിളിൽ നോക്കിയാൽ കൃത്യമായിട്ട് അദ്ദേഹത്തിൻ്റെ 8 മാർഗങ്ങൾ കാണാൻ കഴിയും. പക്ഷേ എനിക്കത് പ്രസക്തമായി തോന്നുന്നില്ല, അതിൻ്റെ ആവശ്യമുള്ളതായി തോന്നുന്നില്ല. ദുഃഖപരിഹാരത്തിനുള്ള 8 മാർഗങ്ങളെയും ഞാൻ നിഷേധിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ 3 മാർഗങ്ങൾ പറഞ്ഞു. 4ാമത്തെ മാർഗം നമ്മൾ രാജ്യത്തെ അഥവാ നിയമത്തെ, രാജ്യത്തിൻ്റെ നിയമത്തെ അനുസരിക്കുക എന്നുള്ളതാണ്. രാജ്യത്തിൻ്റെ നിയമത്തെ നമ്മൾ വെല്ലുവിളിക്കുമ്പോൾ, ചോദ്യം ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ അതിനെ മറികടക്കാൻ നോക്കുമ്പോൾ നമുക്ക് ഒരുപാട് പ്രശ്നങ്ങളാണ് നേരിടുന്നത്, അല്ലേ? ഇപ്പോൾ ഞാനുണ്ട്, എൻ്റെ ബുള്ളറ്റിൽ പോവുകയാണ്. അതിന് പുക ടെസ്റ്റ് എടുത്തിട്ടില്ലെങ്കിൽ പോലീസ് കൈ കാണിക്കുമ്പോൾ 5000 രൂപ വരെ കൊടുക്കണമെന്നാണ് പറയുന്നത്. ഞാൻ ഹെൽമെറ്റ് വെച്ചിട്ടില്ലെങ്കിൽ 500 രൂപ കൊടുക്കണമെന്നാണ് പറയുന്നത്. അവർക്ക് വേണമെങ്കിൽ എൻ്റെ ലൈസൻസ് കട്ട് ചെയ്യാനുള്ള അധികാരം വരെ ഉണ്ടത്രേ. അപ്പോൾ ഏത് നിയമവും വ്യക്തിയെ ശിക്ഷിക്കാനുള്ളതാണ്. ആ ശിക്ഷ ഏറ്റുവാങ്ങാതിരിക്കുന്നതിന് നമുക്ക് എളുപ്പമാർഗമുണ്ട്. തലയിൽ ഒരു ഹെൽമെറ്റാ വയ്ക്കുക, അപ്പോൾ ആ പ്രശ്നം പരിഹരിച്ചു, ഇല്ലേ? പുക ടെസ്റ്റ് നടത്തുക, 100 രൂപ കൊടുത്താൽ നമുക്ക് പുക ടെസ്റ്റ് നടത്താം 1 വർഷത്തേക്ക്. അതാണ് ഇപ്പോഴത്തെ നിയമം. 6 മാസത്തേക്കായിരുന്നത് കോടതിയുടെ ഇടപെടൽ കൊണ്ട് ഏതോ ഒരാൾ കോടതിയിൽ കേസ് കൊടുത്തതിൻ്റെ പേരിൽ അതിപ്പോൾ 1 വർഷത്തേക്ക് നീട്ടിക്കിട്ടുന്നുണ്ട്. അപ്പോൾ 1 വർഷത്തേക്ക് 100 രൂപ കൊടുത്ത് അതിനൊന്ന് ഒരു 10 മിനിറ്റ് മെനക്കെട്ടാൽ നമുക്ക് പുകയുടെ ടെസ്റ്റ് കിട്ടും. അത് ഇല്ലാതിരുന്നാൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. നമുക്കിത് ശരിയാണോ തെറ്റാണോ എന്നൊന്നും ആലോചിക്കണ്ട. ഇതുകൊണ്ട് രാജ്യത്തിനോ നമുക്കോ സമൂഹത്തിനോ എന്തെങ്കിലും ഗുണമുണ്ടോ എന്നൊന്നും ആലോചിക്കണ്ട. നമ്മൾ അതങ്ങോട്ട് ചെയ്തേക്കുക. ശരിയും തെറ്റൊന്നും ഇവിടെയില്ല. രാജ്യം എന്തു പറയുന്നോ അത് ശരി, അത്രയേ ഉള്ളൂ. നിയമം എന്തു പറയുന്നുവോ അത് ശരി. അപ്പോൾ നമ്മൾ പുക ടെസ്റ്റ് എടുത്തു. ഇനി വണ്ടിക്ക് 3rd പാർട്ടി ഇൻഷുറൻസ് നിർബന്ധമാണ്. അത് എടുത്തില്ലെങ്കിലും 10,000 രൂപ ഫൈൻ കൊടുക്കണം. അങ്ങനെ നമ്മൾ 3rd പാർട്ടി ഇൻഷുറൻസും എടുക്കുക. പിന്നെ ഒന്നും വേണ്ട. ഒരു വണ്ടി നമുക്ക് ഓടിക്കുന്നതിന് പുക ടെസ്റ്റ് നടത്തണം, 3rd പാർട്ടി ഇൻഷുറൻസ് എടുക്കണം, പിന്നെ ലൈസൻസ് വേണം, അല്ലേ? ഇങ്ങനെ ഒരു 2, 3, 4 കാര്യങ്ങൾ നമ്മൾ ഓക്കെ ആണെങ്കിൽ നമുക്ക് ധൈര്യമായി എൻ്റെ ബുള്ളറ്റ് എനിക്ക് റോഡിലൂടെ ഓടിക്കാം, അല്ലേ? നമ്മുടെ ചട്ടങ്ങളനുസരിച്ച്, നിയമങ്ങളനുസരിച്ച്, ട്രാഫിക് നിയമങ്ങളെ പാലിച്ചുകൊണ്ട് നമുക്ക് റോഡിലൂടെ വണ്ടി ഓടിക്കാം. അതിനെയൊക്കെ മറികടക്കാൻ നമ്മൾ നോക്കുമ്പോഴാണ് പോലീസുകാർ കാണുമ്പോൾ ഇതാ ഒരു പോലീസ് ജീപ്പ് എടുക്കുന്നുണ്ട്, അല്ലെങ്കിൽ വെഹിക്കിളിൻ്റെ ജീപ്പ് എടുക്കുന്നുണ്ട്, നമ്മൾ പകച്ചു. അല്ല, എൻ്റെ കയ്യിൽ ഇതൊന്നും ഇല്ലല്ലോ, രേഖകളൊന്നും ഇല്ലല്ലോ, ഞാൻ ഇൻഷുറൻസ് അടച്ചിട്ടില്ലല്ലോ, ഞാൻ ലൈസൻസ് എടുത്തിട്ടില്ലല്ലോ, അല്ലെങ്കിൽ എനിക്ക് ലൈസൻസ് ഇല്ലല്ലോ, അല്ലെങ്കിൽ പുക ടെസ്റ്റ് നടത്തിയിട്ടില്ലല്ലോ. മനസ്സിലായോ? അപ്പോൾ ഇത്തരം വിഷയങ്ങളൊക്കെ നമ്മളെ ഭയപ്പെടുത്തും. നമുക്കവിടെ വലിയ ഫൈൻ കൊടുക്കേണ്ടി വരും. പോലീസിൻ്റെ മുന്നിൽ ഓച്ചാനിച്ച് നിൽക്കേണ്ടി വരും. നമുക്ക് ഞെളിഞ്ഞു നിൽക്കാൻ പറ്റില്ല ഏതെങ്കിലും ഒരു രേഖ കുറവുണ്ടെങ്കിൽ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കഴിയുന്നത്ര ജീവിതത്തിൽ നിയമം പാലിക്കുക. എനിക്ക് പറയാനുള്ളത് അതാണ്. ഞാൻ ഇനി മുതൽ 100% നിയമം പാലിച്ചുകൊണ്ട് നീങ്ങാനാണ് ഉദ്ദേശിക്കുന്നത്. നിയമത്തെ ലംഘിക്കാനുള്ള ഒരു പരിപാടിയുമില്ല. ഞാൻ റോഡിലൂടെ നടക്കുകയാണെങ്കിൽ ഇടതുവശത്തുകൂടെ കഴിയുന്നത് നടക്കണമെന്ന് തീരുമാനിച്ചിരിക്കുന്നു. അതാണ് ശരിയായിട്ടുള്ള നിയമം. ഞാൻ സൈക്കിളിൽ പോവുകയാണെങ്കിലോ അത് വാഹനത്തിൻ്റെ സൈഡിൽ തന്നെയാണ് ഓടിക്കേണ്ടതെന്നാണ് പറയുന്നത്. അപ്പോൾ ഞാൻ ആ നിയമം പാലിക്കുന്നുണ്ട്. നമ്മൾ ഓരോ നിമിഷത്തിലും നിയമം പാലിക്കുക. നമുക്ക് നിയമം പാലിക്കേണ്ടി വരുന്നത് നമ്മുടെ മതിൽക്കെട്ടിന് പുറത്തേക്ക് ഇറങ്ങുമ്പോഴാണ്. ഞാൻ എൻ്റെ മതിൽക്കെട്ടിനുള്ളിൽ ഇരിക്കുകയാണെങ്കിൽ നമുക്ക് വലിയ നിയമമൊന്നും പാലിക്കണ്ട, അല്ലേ? വലിയ നിയമമൊന്നും പാലിക്കണ്ട. അപ്പോൾ എവിടെയും നമ്മൾ നിയമം പാലിക്കണം. നമുക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, ഇല്ലേ? നമ്മുടെ വീടിന് ടാക്സ് അടയ്ക്കണം. ഒരു വീടുള്ളവനാണെങ്കിൽ ആ വീടിന് ടാക്സ് അടയ്ക്കണം, അത് കൃത്യസമയത്ത് അടയ്ക്കുക. അങ്ങനെയും തുടങ്ങി നമുക്കൊരു വീട് പണിയണമെങ്കിൽ ഒരുപാട് നിയമങ്ങളുണ്ട്, അതൊക്കെ നമ്മൾ പാലിക്കുക. അങ്ങനെ നിയമം പാലിക്കുക എന്നത് ഒരു നല്ല ശീലമാണ്. അത് വളരെ അത്യാവശ്യമാണ്. അപ്പം ഞാനിവിടെ 4 കാര്യങ്ങളാണ് ദുഃഖം ഒഴിവാക്കുന്നതിന് വേണ്ടി അവതരിപ്പിക്കുന്നത്. 4 കാര്യങ്ങൾ. ആദ്യം തന്നെ മതത്തെ ഒഴിവാക്കുക. 1. 2. ആചാരങ്ങളെ ഒഴിവാക്കുക. 3. സമൂഹത്തെ അവഗണിക്കുക.
4 നിയമം പാലിക്കുക. ഈ 4 കാര്യങ്ങളിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? ദുഃഖം ഒഴിവാക്കാൻ കഴിയും. പിന്നെ നിങ്ങൾക്കുള്ള ദുഃഖം എന്ന് പറയുന്നത് എന്താ? നിങ്ങളുടെ കുടുംബത്തിലെ പ്രശ്നങ്ങളാണ്, കടമുള്ളതാണ്, പണം തികയാത്തതാണ്. ഇതൊക്കെയാണ് നിങ്ങളുടെ പ്രശ്നങ്ങൾ. നിങ്ങൾ ഒരു കാര്യം ചെയ്യുക, സമൂഹത്തെ അവഗണിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ സാമ്പത്തിക പ്രയാസങ്ങൾ ഏറെ തീർന്നു. നിങ്ങൾക്ക് സാമ്പത്തികമായി പിന്നെ പ്രയാസം വരുത്തുന്നത് നിങ്ങളുടെ കടങ്ങളാണ്, നിങ്ങളുടെ രോഗങ്ങളാണ്, അല്ലേ? നിങ്ങളുടെ രോഗങ്ങളും നിങ്ങൾ രോഗം വരാതിരിക്കുന്നതിന് നിങ്ങൾ ആവശ്യം വ്യായാമം ചെയ്യുക, നല്ല ഭക്ഷണമൊക്കെ കഴിക്കുക. സാധിക്കുന്നവരോടാണ് പറയുന്നത്. സാധിക്കുന്നവർ നല്ല ഭക്ഷണം കഴിക്കുക, അപ്പോൾ രോഗങ്ങൾ വരാതിരിക്കാൻ ശ്രമിക്കുക. മനസ്സിലാക്കുക. പിന്നെ വലിയ തോതിലുള്ള ഇൻഷുറൻസ് ഒന്നും നിങ്ങൾ എടുക്കണ്ട. ഞാൻ എൻ്റെ ജീവിതത്തിൽ ഒരു ഹെൽത്ത് ഇൻഷുറൻസും എടുത്തിട്ടില്ല. കാരണം എനിക്ക് രോഗം വരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. രോഗം വരില്ലെന്ന് വെല്ലുവിളിക്കുകയല്ല, രോഗം വരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. അതുകൊണ്ട് ഞാൻ 61 വയസ്സ് കഴിഞ്ഞ് ഞാൻ ഇതുവരെ ഇൻഷുറൻസ് എടുത്തിട്ടില്ല. എൻ്റെ കയ്യിൽ ചികിത്സിക്കാൻ പണമുണ്ട്, അതുകൊണ്ട് എന്തും വരട്ടെ എന്ന് കരുതിയല്ല ഞാൻ ഇൻഷുറൻസ് എടുക്കാത്തത്. ഇന്നിപ്പോൾ ഏതാണ്ട് എല്ലാ മനുഷ്യരും ഇൻഷുറൻസ് എടുക്കുന്നുണ്ട്. ഒരു വർഷം 20,000, 30,000, 40,000, 50,000, 60,000, 80,000, 1,00,000 രൂപ വരെ ഇൻഷുറൻസിന്, ഹെൽത്ത് ഇൻഷുറൻസിന് കളയുന്നവർ ഉണ്ടെന്നാണ് എൻ്റെ അഭിപ്രായം. അറിവും അങ്ങനെയാണ്. അപ്പോൾ ഞാനിവിടെ വളരെ വിശദീകരിച്ച് 4 മാർഗങ്ങളെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞു. ഈ 4 മാർഗങ്ങളിൽ കൂടെ നമുക്ക് നമ്മുടെ ദുഃഖം ഒഴിവാക്കാം. ഞാനിപ്പോൾ ഏറ്റവും ശ്രദ്ധിക്കുന്നത് എന്താണെന്നറിയാമോ? സന്തോഷം അനുഭവിക്കുക എന്നുള്ളത് എൻ്റെ ഒരു അജണ്ടയാണ്. ഒരു ദിവസം മുഴുവൻ സന്തോഷം അനുഭവിക്കുക. എൻ്റെ മുഖത്തേക്ക് നിങ്ങൾ നോക്കുക, ഒരു പ്രസന്നതയൊക്കെ ഇല്ലേ, ഒരു സന്തോഷമൊക്കെ ഇല്ലേ, ഒരു തിളക്കമൊക്കെ ഇല്ലേ? കൃത്യമായ വ്യായാമം, നല്ല സന്തോഷം. 61.5 വയസ്സായി എനിക്ക്, പക്ഷേ ഞാൻ ഊർജ്ജസ്വലനാണ്. ബുള്ളറ്റാണ് ഇപ്പോൾ ഉപയോഗിക്കുന്നത്. ബുള്ളറ്റ് ഉപയോഗിക്കുക എന്ന് പറഞ്ഞാൽ അതിന് നല്ല ആരോഗ്യം വേണം. അത് മറയാതെ നോക്കുന്നതിനും അത് തിരിക്കുന്നതിനും വളയ്ക്കുന്നതിനുമൊക്കെ അത്യാവശ്യം ആരോഗ്യം വേണം. അത് ഒരു അഹങ്കാരമാണ് ബുള്ളറ്റ്, അതൊരു സുഖമാണ് ബുള്ളറ്റ്, അതൊരു രസമാണ് ബുള്ളറ്റ്. മനസ്സിലാക്കുക. അപ്പോൾ ഞാനിങ്ങനെ സന്തോഷമുള്ളപ്പോഴാണ് ബുള്ളറ്റ് എടുക്കുക. എൻ്റെ മനസ്സ് ഡള്ളായി കഴിഞ്ഞാൽ ഞാൻ സ്കൂട്ടർ എടുക്കുള്ളൂ. അങ്ങനെയാണ് കേട്ടോ. എൻ്റെ മനസ്സ് ഡള്ളായി കഴിഞ്ഞാൽ ഞാൻ സ്കൂട്ടറേ എടുക്കുള്ളൂ. എനിക്ക് സ്കൂട്ടറും ബുള്ളറ്റും കാറും എല്ലാം ഉണ്ട്. മനസ്സിലായോ? കാറിന് പോകേണ്ട സ്ഥലം ഞാൻ കാണുന്നില്ല. ഒന്നാമത്തേൽ അത് ഓടിക്കാനൊക്കെ ഇപ്പോൾ ബുദ്ധിമുട്ടാണ്. അത് ഭയങ്കര ട്രാഫിക് ജാമാണ്. അതുകൊണ്ട് ഞാൻ കാർ എടുക്കാറില്ല. എന്തിനാണ് നമ്മൾ കാർ എടുക്കുന്നത്? ചെല്ലുന്ന സ്ഥലത്ത് ഗമയുണ്ടാകണമെന്ന് തോന്നുമ്പോഴാണ് നമ്മൾ കാർ എടുക്കുന്നത്. സൂപ്പർ മാർക്കറ്റിലേക്ക് പോവുകയാണെങ്കിൽ കാറ് കൊണ്ടുപോയിട്ട് ആര് നമ്മൾ വില വയ്ക്കാനാണ്? അതിൻ്റെ ആവശ്യമില്ല. സിനിമയ്ക്ക് പോകുമ്പോഴും ഒരു കാറ് കൊണ്ടുപോകേണ്ട ആവശ്യമില്ല. ആര് നമ്മളെ കാണാനാണ്? ആരറിയാനാണ്? ഞാൻ ബോധിനി ഇതാ ഓഡി കാറിലാണ് വന്നിരിക്കുന്നത്, അല്ലെങ്കിൽ ജാഗ്വാർ കാറിലാണ് വന്നിരിക്കുന്നത്, അല്ലെങ്കിൽ 3 കോടിയുടെ കാറിലാണ് വന്നിരിക്കുന്നത് എന്ന ഗമയൊക്കെ സിനിമാ തിയേറ്ററിൽ കാണിക്കാൻ പറ്റുമോ? പറ്റില്ല. വല്ല മരിച്ചവരുടെ ആവശ്യങ്ങൾക്ക് പോവുകയാണെങ്കിലോ, വല്ല കല്യാണത്തിനോ വല്ല ഫംഗ്ഷനുകൾക്കോ പോവുകയാണെങ്കിലോ അവിടെ ആ ഗേറ്റിന് മുന്നിൽ കാറ് നിർത്തി ഇതാ ഞാൻ വന്നിരിക്കുന്നു ബോധിനി 3 കോടിയുടെ കാറിൽ എന്ന് നമുക്ക് അഹങ്കരിക്കാൻ കഴിയും. ഇത്തരത്തിലുള്ള അഹങ്കാരങ്ങളെയൊക്കെ നമുക്ക് വേണ്ട എന്ന് തോന്നുന്നതിനെയാണ് എന്ന് പറയുന്നത്? സമൂഹത്തെ അവഗണിക്കുക എന്ന് പറയുന്നത്. അതാണ് കേട്ടോ, അതിനെയാണ് ഞാൻ അവഗണിക്കുക എന്ന് പറയുന്നത്. ഞങ്ങൾക്ക് 1 കോടി രൂപയുടെ ജാഗ്വർ കാറുണ്ടായിരുന്നു. 1 കോടി രൂപയുടെ ജാഗ്വർ കാറുണ്ടായിരുന്നു. എൻ്റെ മകൾക്കത് 1 വർഷം കഴിഞ്ഞപ്പോൾ തോന്നി, എന്തിനാണ് ഈ കാറിൻ്റെ ആവശ്യം? ഇതൊക്കെ സമൂഹത്തിന് മുന്നിൽ അഭിമാനം സൃഷ്ടിക്കാനുള്ളതാണ്. സമൂഹത്തെ അവഗണിച്ച് ജീവിക്കുന്ന എൻ്റെ മകൾക്ക് ആ കാറ് വേണമെന്ന് തോന്നാതായി 1 വർഷം കഴിഞ്ഞപ്പോൾ. 1 കോടിയുടെ കാറ്, ജാഗ്വർ കാറ്, സീരിയൽ നമ്പർ എനിക്ക് ഓർമ്മയില്ല. അപ്പോൾ അത് പിന്നെ 20 ലക്ഷം നഷ്ടത്തിന് 1 കൊല്ലം കഴിയുന്നതിന് മുൻപേ അത് വിൽക്കുകയാണ് ചെയ്തത്. എന്തുകൊണ്ടാണ് എൻ്റെ മകൾ അത് വിറ്റത്? മകൾ സമൂഹത്തിലെ മാന്യത അല്ലെങ്കിൽ അഭിമാനം അത്രയൊന്നും ആഗ്രഹിക്കുന്നില്ല. അവൾ സ്വസ്ഥമായി സ്വകാര്യമായി ആരെയും വെറുപ്പിക്കാതെ, ആരെയും പ്രീതിപ്പെടുത്താതെ, ആരെയും സുഖിപ്പിക്കാതെ ജീവിക്കുന്നു. എൻ്റെ മകൾ അധികം വിവാഹ ചടങ്ങുകൾക്കോ അല്ലെങ്കിൽ പൊതു ചടങ്ങുകൾക്കൊന്നും പോകാറില്ല. ക്ഷണിക്കുന്നിടത്തേക്കൊന്നും എല്ലായിടത്തേക്കൊന്നും പോകാറില്ല. കാരണം അവൾ സമൂഹത്തെ അവഗണിച്ച് സന്തോഷമായി ജീവിക്കുന്നു.
വിവാഹം കഴിച്ചിട്ടില്ല. അതിൻ്റെ ആവശ്യം അവൾക്ക് തോന്നിയില്ല. 33 വയസ്സായി. സുഖമായി സന്തോഷമായി ജീവിക്കുന്നു. അതെ, സുഖമായി സന്തോഷമായി ജീവിക്കുന്നു. നിങ്ങൾക്ക് ചിലപ്പോൾ തോന്നാം, നമ്മളിപ്പോൾ പലരോടൊക്കെ പറയുമ്പോൾ, എന്താ മകളെന്താ ചെയ്യണേ? മകളൊരു സിനിമാ നടിയാണ് തമിഴിൽ. അതവൻ കേട്ടു, അവനൊന്നും മനസ്സിലായിട്ടില്ല. എന്താ പേര്? സിനിമയിൽ ഓവിയ എന്നാണ് പേര്. ഞാൻ സത്യം പറഞ്ഞു. അത് കഴിഞ്ഞ് അവൻ വീണ്ടും ഒന്നും കൂടി പരിചയമുള്ള ആളാണെങ്കിൽ, സൗഹൃദ ബന്ധമുള്ള ആളാണെങ്കിൽ ഒന്ന് ചോദിക്കുകയാണ്, മോളുടെ വിവാഹം കഴിഞ്ഞോ? ഇല്ല. എത്ര വയസ്സായി? 33 വയസ്സായി. വിവാഹം കഴിക്കണില്ലേ? ഇല്ല. എൻ്റെ മകൾക്ക് വിവാഹം കഴിക്കുന്നതും കുട്ടികളെ ഉൽപ്പാദിപ്പിക്കുന്നതും ഒക്കെ മണ്ടത്തരമായിട്ടാണ് തോന്നുന്നത്. ഞാൻ തുറന്നടിക്കുന്നു. അവൻ്റെ നെറ്റ് ചുളിയുന്നു എന്ന് പറഞ്ഞാൽ അവനൊക്കെ കാണുന്നത് ഇവരൊക്കെ വളരെ ശരിയല്ലാത്ത ജീവിതം നയിക്കുന്നവരാണ്. അതുകൊണ്ടാണ് വിവാഹം കഴിക്കേണ്ട, കുട്ടി ഉണ്ടാകണ്ട എന്നൊക്കെ പറയുന്നതെന്ന് അവൻ വിലയിരുത്തുന്നു. ഇപ്പോൾ ഇന്ന് ഞാൻ പറയുന്നുണ്ട്, ഞാൻ തുറന്നടിച്ചു പറയും, ഒരു പരിചയമില്ലാത്തതുകൊണ്ട് ഞാൻ പറയും, ഞാൻ യുക്തിവാദിയാണ്, ഞാൻ ദൈവവിശ്വാസിയല്ല. അപ്പോൾ അവൻ നെറ്റി ചൊളിച്ചു. ഞാൻ യുക്തിവാദിയാണ്, യുക്തിവാദിയല്ല കേട്ടോ. ഞാൻ ഇങ്ങനെ പറയുള്ളൂ, യുക്തിവാദിയല്ല, ഞാൻ നിരീശ്വരവാദിയുമല്ല. പക്ഷേ ഞാൻ ദൈവവിശ്വാസിയല്ല, ഞാൻ ദൈവവാദിയുമല്ല. ഞാനത് തുറന്നടിച്ചു പറയും. ഒരു പരിചയമില്ലാത്ത ഒരാളോട് പോലും ഞാനത് തുറന്നടിച്ചു പറയും. അപ്പോൾ ഞാൻ എൻ്റെ ഇവിടെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, എൻ്റെ മനസ്സിലുള്ള സത്യം ഞാൻ തുറന്നടിച്ചു പറഞ്ഞു കഴിഞ്ഞാൽ ഞാനൊരു മണ്ടനാവുകയാണ് സമൂഹത്തിൻ്റെ ഭാഷയിൽ. ആയിക്കോട്ടെ, സമൂഹം എന്നെ മണ്ടൻ എന്ന് വിളിച്ചോട്ടെ, വിഡ്ഢി എന്ന് വിളിച്ചോട്ടെ, ഊമ്പൻ എന്ന് വിളിച്ചോട്ടെ, അതിനെനിക്ക് ഒരു വിരോധവുമില്ല. ഞാൻ അങ്ങനെയാണ്. എനിക്ക് എൻ്റേതായ തീരുമാനങ്ങളുണ്ട്, അജണ്ടയുണ്ട്. മനസ്സിലാക്കുക, ഞാൻ സന്തോഷമുണ്ടാകാൻ 4 മാർഗങ്ങൾ പറഞ്ഞു. ഈ 4 മാർഗങ്ങളും നിങ്ങൾക്ക് ഉണ്ടാകാനുള്ള മാർഗങ്ങളായിക്കൊള്ളണമെന്നില്ല. നിയമം പാലിക്കുക. എന്താ, അത് ശരിയല്ലേ? എല്ലാ നിയമങ്ങളും പാലിക്കാൻ ശ്രമിക്കുക. അത് ട്രാഫിക് നിയമങ്ങൾ മാത്രമല്ല, നമ്മൾ കൈക്കൂലി കൊടുക്കാനൊന്നും നോക്കണ്ട. ചിലപ്പോഴൊക്കെ കൈക്കൂലി കൊടുക്കേണ്ടി വരാം, അതൊക്കെ നിങ്ങൾ കൊടുത്തോളൂ. എൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ, ഞാൻ 61 വയസ്സായി, ഇതുവരെ ഒരു മനുഷ്യന് പോലും, ഒരു ഉദ്യോഗസ്ഥന് പോലും, ഒരു ക്ലർക്കിന് പോലും, ആർക്കും തന്നെ ഞാൻ കൈക്കൂലി കൊടുത്തിട്ടില്ല. എനിക്കൊരു ആദർശമുണ്ട്, ഞാൻ ആ ആദർശത്തിലാണ് ജീവിക്കുന്നത്. കൈക്കൂലി കൊടുക്കേണ്ട ഒരു സാഹചര്യം എനിക്ക് വന്നിട്ടില്ല. ഞാൻ ബോധിനിയാണെന്ന് പറഞ്ഞാൽ അവൻ വിറയ്ക്കും. മനസ്സിലായോ? അതുകൊണ്ട് എനിക്ക് കൈക്കൂലി വേണ്ട, എൻ്റെ കാര്യം അപ്പം നടന്നു കിട്ടും. ഇന്നലെ തന്നെ ഒരു രസകരമായ സംഭവമുണ്ടായി. ഞാൻ സൈക്കിളിൽ നടക്കാൻ ഇങ്ങനെ വ്യായാമത്തിന് പോവുകയല്ല, ഒരു ആട്ടിറച്ചി മേടിക്കാൻ പോവുകയായിരുന്നു മാർക്കറ്റിലേക്ക്, 5 കിലോമീറ്റർ അകലെയുള്ള മാർക്കറ്റിലേക്ക്. അത് പോയത് എന്താണെന്ന് വെച്ചാൽ, സൈക്കിളിലാണ് ഞാൻ 5 കിലോമീറ്റർ യാത്ര ചെയ്യാൻ നോക്കിയത്, എൻ്റെ വ്യായാമം എന്ന നിലയിൽ. അങ്ങനെ ഞാൻ ഈ നടത്തറ സിഗ്നൽ കഴിഞ്ഞ് കുറച്ചങ്ങോട്ട് കഴിഞ്ഞപ്പോഴേക്കും അവിടെ ഒരു വലിയ ഫ്ലാറ്റുണ്ട്, ജോയി ആലുക്കാസിൻ്റെ. ആ ഫ്ലാറ്റിൻ്റെ മുന്നിൽ വെച്ച് ഒരു മനുഷ്യൻ ഇങ്ങനെ ക്രോസ് ചെയ്യുന്നു, വളരെ ബുദ്ധിമുട്ടി ക്രോസ് ചെയ്യുന്നു. ഒരു യാചകൻ, കണ്ടാൽ അറിയാം അയാളൊരു യാചകനാണ്, 19 വയസ്സേ ആയിട്ടുള്ളൂ. അയാൾ വളരെ ബുദ്ധിമുട്ടി ഇങ്ങനെ ക്രോസ് ചെയ്യുന്നത് കണ്ടപ്പോൾ ഞാൻ എൻ്റെ സൈക്കിൾ സൈഡിൽ വെച്ചു. എന്താണ് നിങ്ങളുടെ ആവശ്യമെന്ന് ചോദിച്ചു. നിങ്ങൾക്ക് എന്തെങ്കിലും സഹായം വേണോ? എൻ്റെ ചോദ്യം. അതൊന്ന് അയാൾ വളരെ പതിഞ്ഞ സ്വരത്തിൽ ഒന്നും മിണ്ടാതെ പതുക്കെ നടക്കുകയാണ്. ഞാൻ അയാളുടെ ആദ്യം ചെയ്തത് ഒരു ഫോട്ടോ എടുത്തു. അത് കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി, ഇയാളെ ഞാൻ ചൂഷണം ചെയ്യുന്നത് ശരിയല്ല, ഈ മനുഷ്യനെ ഞാൻ ചൂഷണം ചെയ്യുന്നത് ശരിയല്ല. ആദ്യം തന്നെ ഇയാൾക്ക് വേണ്ട ഭക്ഷണം വാങ്ങിക്കൊടുക്കാം. അടുത്ത ഹോട്ടലിലേക്ക് ഞാൻ ഇയാളെ കൊണ്ടുപോയി, ഒരു ചായക്കട പോലുള്ള ഹോട്ടൽ. പതുക്കെ നടന്ന അയാൾ അവിടെ എത്തി. അയാളോട് പറഞ്ഞു, നിങ്ങൾക്ക് ഈ ഹോട്ടലിൽ ആവശ്യമുള്ളത് എന്താണെന്ന് വെച്ചാൽ അത് കഴിക്കുക. സത്യസന്ധമായി ഞാൻ പറഞ്ഞു, ഇതിൽ കപടതയൊന്നുമില്ല കേട്ടോ, ഇതിൽ എനിക്ക് തന്ത്രമൊന്നുമില്ല കേട്ടോ, കുതന്ത്രവുമില്ല. അയാൾ ഒരു ചായ മാത്രം മതിയെന്ന് പറഞ്ഞു. ഞാൻ 2 ദോശയും ഒരു കാപ്പിയും കുടിച്ചു. അങ്ങനെ അയാൾ കാപ്പി കൂടി കഴിഞ്ഞപ്പോൾ ഈ യാചകനോട് പുറത്തേക്ക് ഇറങ്ങിപ്പോകാൻ ഈ ചായക്കടക്കാരൻ, മാന്യനായ വൃദ്ധനായ ചായക്കടക്കാരൻ പറഞ്ഞു. ഞാനിവിടെ ആ ചായക്കടക്കാരൻ ആരാണെന്നോ അല്ലെങ്കിൽ അയാളുടെ മറ്റു ഡീറ്റെയിൽസോ ഒന്നും പറയുന്നില്ല. മനസ്സിലാക്കുക, അയാളെ വിഷമിപ്പിക്കാനുള്ള പരിപാടി എനിക്കിനിയില്ല.
അതിൻ്റെ വലിയ ദുഃഖമൊക്കെ ഞാൻ അനുഭവിക്കേണ്ടി വന്നതാണ് പേര് പറഞ്ഞുകൊണ്ട്. പേരോ ആ സ്ഥാപനത്തിൻ്റെ പേരോ കടയുടെ ഹോട്ടലിൻ്റെ പേരോ ഞാൻ പറയുന്നില്ല. അങ്ങനെ അയാൾ പുറത്തേക്ക് ഇറങ്ങി. ഇയാൾ പറഞ്ഞു, ഇയാളെ ഞാൻ കുറേ കാലമായി കാണുന്നു, ഇയാളുടെ കാലിലെ കെട്ട് വെറും ഒരു അഭിനയമാണ്, ഭിക്ഷ യാചിക്കുന്നതിനുള്ള ഒരു അഭിനയമാണെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് തോന്നി, ഈ മനുഷ്യന് ഈ പറയുന്നതിൽ സത്യമുണ്ടോ എന്നൊന്ന് അറിയണം. ഞാൻ എൻ്റെ മനസ്സിൽ കുറിച്ചിട്ടു. ഉടനെ തന്നെ എൻ്റെ മനസ്സ് എന്ത് ചെയ്യണമെന്ന് ആലോചിച്ചു. അപ്പോഴാണ് ഞാനൊരു ബോർഡ് കാണുന്നത്, ആരോഗ്യ ശുശ്രൂഷാലയം എന്ന ഒരു ബോർഡ് കാണുന്നത്. അപ്പോഴാണ് ഞാൻ പെട്ടെന്ന് ഓർത്തത്, ഇവിടെ നമുക്ക് ഇയാളുടെ കാലഴിച്ചു പരിശോധിക്കാൻ പറ്റുമല്ലോ. ഗവൺമെൻറ്റിൻ്റെ സ്ഥാപനമാണ് ആരോഗ്യപരമായ ആരോഗ്യ ശുശ്രൂഷാലയം. അപ്പോൾ ഈ എന്താണ് അതിൻ്റെ പേര്, അതായത് നമ്മൾക്ക് അവിടെ ഡോക്ടറെ കാണാൻ പറ്റുന്നൊരു സ്ഥലം, കാല് കെട്ടിവെക്കാൻ കഴിയുന്ന ഒരു സ്ഥലം. അപ്പോൾ ഗവൺമെൻറ്റിൻ്റേതാണ്. എന്താ പറയുക, ആരോഗ്യ കേന്ദ്രമെന്നോ അങ്ങനെ എന്തോ പറയില്ലേ, ഗ്രാമങ്ങളിലൊക്കെ ഉണ്ടാകാറുണ്ടല്ലോ, ഇങ്ങനെ എല്ലാ ഗ്രാമങ്ങളിലും ഉണ്ട് ഗവൺമെൻറ്റിൻ്റെ ആരോഗ്യ കേന്ദ്രം. അങ്ങനെ ഞാൻ അവിടേക്ക് നടന്നു. കുറച്ച് ദൂരമുണ്ട്. പതുക്കെ ഈ മനുഷ്യനെയും കൊണ്ട് ഞാൻ അവിടെ ചെന്നു. അവിടെ ചെന്നപ്പോൾ 8 മണി കഴിഞ്ഞിട്ടേ ഉള്ളൂ, 8:08 മറ്റോ ആയിട്ടുള്ളൂ. 9 മണിക്കാണ് ഡോക്ടർ വരേണ്ടത്. 8 മണി ആയിട്ടുള്ളൂ. 1 മണിക്കൂർ ഞാൻ അവിടെ ഇരുന്നു. ഞാൻ ഒരുപാട് ഈ മനുഷ്യനെ കൊണ്ട് ചോദ്യങ്ങൾ ചോദിച്ചു. ഇതൊക്കെ ഞാൻ വീഡിയോ പകർത്തി. അപ്പോൾ നിങ്ങൾക്ക് തോന്നാം, ഇയാൾ എന്തിന് ഇതൊക്കെ വീഡിയോ പകർത്തണേന്ന്. ലക്ഷ്യമുണ്ട്, അത് മനസ്സിലാക്കുക. ഞാൻ അയാളുടെ വീഡിയോ ഒക്കെ എടുത്തു. അയാളോട് ഞാൻ ചോദിച്ചു, നിങ്ങൾക്ക് വല്ല പൈസ വേണോ? പൈസ തന്നാൽ മേടിക്കുമെന്ന മട്ടിൽ അയാൾ ദയനീയമായി എന്നെ നോക്കി. ഞാനൊരു 100ൻ്റെ നോട്ടെടുത്ത് അയാളുടെ കയ്യിൽ കൊടുത്തു. പിന്നെ എനിക്ക് തോന്നി, അയാൾ ചോദിച്ചു, നിങ്ങൾക്ക് എന്താ വേണ്ടത്? വീട് വേണോ? നിങ്ങളിപ്പോൾ കടത്തിണയിലല്ലേ കിടക്കുന്നത്, നിങ്ങൾക്ക് വീട് വേണോ? ഞാൻ വീട് തരാം. അയാൾ പറഞ്ഞു, വേണ്ട, എനിക്ക് വീടൊന്നും വേണ്ട. നിങ്ങൾക്ക് എന്താ വേണ്ടേ അത് പറയും. എനിക്ക് തോന്നി 100 രൂപയല്ല, ഒരു 500 രൂപ ഈ മനുഷ്യനെ കൊടുത്തേക്കാമെന്ന്. എൻ്റെ ഹൃദയത്തിൽ തോന്നിയ കാര്യമാണ് കേട്ടോ, അല്ലാണ്ട് ഇതിൽ ജാടയൊന്നുമില്ല. 500 രൂപയുടെ വിലയൊക്കെ എനിക്കറിയാം. ഞാൻ ആ 100ൻ്റെ നോട്ട് തിരിച്ചു മേടിച്ച് 500ൻ്റെ നോട്ട് ആ യാചകന് കൊടുത്തു. അങ്ങനെ ഞങ്ങൾ അവിടെ ഇരുന്ന് പല കാര്യങ്ങളും സംസാരിച്ചു. ബാബു എന്നാണ് അയാളുടെ പേര്. അയാൾക്ക് ശരിക്കും വീടുണ്ട്. അയാൾ കുന്നംകുളത്ത് കേച്ചേരിയിൽ അയാൾക്ക് വീടുണ്ട്. എൻ്റെ പെങ്ങളുടെ വീട് കേച്ചേരിയിലാണ്. അങ്ങനെ അയാൾക്ക് അമ്മയുണ്ട്, ജീവിച്ചിരിക്കുന്ന അമ്മയുണ്ട്, ജീവിച്ചിരിക്കുന്ന സഹോദരങ്ങളുണ്ട്. എനിക്ക് ഇയാളെ കണ്ടപ്പോൾ വളരെ സങ്കടവും ദയയും തോന്നി. അങ്ങനെയാണ് ഞാൻ 500ൻ്റെ നോട്ട് കൊടുത്തത്. അപ്പോൾ ഞാൻ എൻ്റെ അഹങ്കാരത്തെക്കുറിച്ച് പറയാനാണ് ഇത്രയും വിശദീകരിച്ചത് കേട്ടോ. എൻ്റെ അഹങ്കാരത്തെക്കുറിച്ച് 9 മണിയായി. ഞാൻ ആരാണ്? ആ സമയത്ത് ഞാൻ ചിന്തിച്ചു, ഞാനൊരു ജനസേവകനാണ്. അതിൻ്റെ അഹങ്കാരമൊക്കെ എനിക്കുണ്ടാകണമെന്ന് എൻ്റെ മനസ്സിൽ തോന്നി. ഞാൻ ഡോക്ടർ വരുന്ന സമയം കഴിഞ്ഞു. 9:20 ഞാൻ ഉള്ളിലേക്ക് കടന്നു എന്ന് ചോദിച്ചു, ഡോക്ടർ വരാറായോ? എന്താണ് ഡോക്ടർ വൈകുന്നത്? 9 മണിക്ക് ഡോക്ടർ വരുമെന്നാണ് ഇവിടെ എഴുതി വച്ചിരിക്കുന്നത്. എന്തുകൊണ്ടാണ് 9:20 ഡോക്ടർ വരാത്തത്? ഞാൻ ഒത്തിരി ഗൗരവത്തോടെ കനത്ത ശബ്ദത്തോടെ അവിടെ അന്വേഷിച്ചു. അപ്പോൾ അതിൻ്റെ ബന്ധപ്പെട്ട ജോലിക്കാരി തന്നെയാണ് അവിടെയുണ്ട്. കുറേ പേര് കാണാനായിട്ട് വന്നിട്ടുണ്ട്. 10ഓളം പേരുണ്ട് ഡോക്ടറെ കാണാനായിട്ട്. അപ്പോൾ ഞാൻ ചോദിച്ചു, എന്താ ഡോക്ടർ വരാത്തത്? ഞാൻ റിപ്പോർട്ട് ചെയ്യണോ? ഞാനൊരു പൊതുപ്രവർത്തകനാണ്. നിങ്ങളുടെ ഡോക്ടർ 9:20 എത്തിയിട്ടില്ല എന്ന് ഞാൻ ജില്ലാ ആരോഗ്യ കേന്ദ്രത്തിലേക്ക് റിപ്പോർട്ട് ചെയ്യണോ എന്ന് ചോദിച്ചു. ജില്ലാ ആരോഗ്യ കേന്ദ്രത്തിലേക്ക് റിപ്പോർട്ട് ചെയ്യണമോ എന്ന് ചോദിച്ച വശം ഈ ജോലിക്കാരി ഒന്ന് വിറച്ചു. അപ്പോൾ എന്നോട് പറഞ്ഞു, ഇപ്പോൾ ഡോക്ടറെ വിളിക്കാം. അവൾ ഉടനെ തന്നെ ഫോണെടുത്ത് ഡോക്ടറെ വിവരം അറിയിച്ചു. എന്താണ് വിളിച്ചതെന്ന് ഞാൻ കേട്ടില്ല. ഞാൻ അപ്പോഴേക്കും താഴേക്ക് ഇറങ്ങി നിന്നു. 9:20 കഴിഞ്ഞിട്ടും ഡോക്ടർ വന്നിട്ടില്ല. ഡോക്ടർ വന്നില്ലെങ്കിൽ ഞാൻ ജില്ലാ ആരോഗ്യ കേന്ദ്രത്തിലേക്ക് റിപ്പോർട്ട് ചെയ്യും. ഈ ആരോഗ്യ കേന്ദ്രത്തിൽ ഡോക്ടർ എത്തിയിട്ടില്ല എന്ന് അവരോട് ഞാൻ പറഞ്ഞു. സത്യത്തിൽ ഞാൻ അവരെ അത്ര പകപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇതൊരു ചെറിയ കാര്യമാണ്. ഡോക്ടർ വരും എന്നോട് പറഞ്ഞു. 10 മണിയാകും എന്ന് പറഞ്ഞു. അപ്പോൾ 1 മണിക്കൂർ ഞാൻ കാത്തിരുന്നാൽ മതി. പക്ഷേ ഞാൻ എൻ്റെ അഹങ്കാരം അവിടെ ഉപയോഗിച്ചു. ഞാൻ ജില്ലാ ആരോഗ്യ കേന്ദ്രത്തിലേക്ക് റിപ്പോർട്ട് ചെയ്യുമെന്ന് പറഞ്ഞത് അവരെ വളരെ വിഷമിപ്പിച്ചു, ചൊടിപ്പിച്ചില്ല, സങ്കടപ്പെടുത്തി. ഞാൻ പറഞ്ഞു, ഇത്രയും പറഞ്ഞ് ഞാൻ പുറത്തേക്ക് ഇറങ്ങി നിന്നു. ഇയാളുടെ ഇൻ്റർവ്യൂ എടുത്തുകൊണ്ടിരുന്നു.
അങ്ങനെ സംസാരിച്ചു കൊണ്ടിരുന്നു. അപ്പോഴേക്കും സത്യം പറഞ്ഞാൽ ഡോക്ടർ അതിൻ്റെ ഉള്ളിലേക്ക് കടന്നു പോയിരുന്നു. ഒരു ഒരു ഉടുപ്പ് പോലത്തെ ചുരിദാറിട്ട ഒരു ഡോക്ടർ. ഞാൻ കണ്ടില്ല ഡോക്ടർ ഉള്ളിലേക്ക് കടന്നു പോകുന്നത്. സമയം 10 മണിയായി. സമയം 10 മണിയിലേക്ക് എത്തി. ഞാൻ വീണ്ടും ചെന്ന് ചോദിച്ചു, ഡോക്ടർ വന്നില്ലല്ലോ. ഡോക്ടറൊക്കെ വന്നു, ഇതാ ഡോക്ടർ റൂമിലുണ്ട്. എങ്കിൽ എൻ്റെ രോഗിയെ ഒന്ന് കാണിക്കണം. അതിന് ഞാൻ എന്താ ചെയ്യേണ്ടത്? ടോക്കൺ എടുക്കണം. ശരി, ടോക്കൺ എടുത്തു. അപ്പോൾ എന്നോട് ചോദിച്ചു, ഈ രോഗിയുടെ പേരെന്താ? ഞാൻ രോഗിയുടെ അടുത്ത് ചെന്ന് ചോദിച്ചു, നിങ്ങളുടെ പേരെന്താ? എൻ്റെ പേര് ബാബു. നിങ്ങളുടെ കയ്യിൽ ആധാർ കാർഡ് ഇല്ല എന്ന് എന്നോട് നേരത്തെ പറഞ്ഞിരുന്നു, ഫോൺ നമ്പറും ഇല്ലെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇവിടെ ടോക്കൺ എടുക്കുന്ന സ്ഥലത്ത് ഞാൻ പറഞ്ഞു, അവരൊരു യാചകനാണ്, ഞാൻ അയാളെ ശുശ്രൂഷിക്കാൻ കൊണ്ടുവന്നതാണ്. അയാൾക്ക് ആധാർ കാർഡില്ല, അത് നഷ്ടപ്പെട്ടു പോയി. അയാൾക്ക് സ്വന്തമായി ഫോണുമില്ല. അത് സാരമില്ല, പേര് പറഞ്ഞാൽ മതി എന്നോട് പറഞ്ഞു. പേര് ബാബു എന്നാണ്. ഉടനെ തന്നെ എനിക്ക് ലിസ്റ്റ് എഴുതി തന്നു. ആദ്യത്തെ ആൾ ഞാനായി. ഇനി ഞാൻ എന്താ ചെയ്യണ്ടേ? ഡ്രസ്സിങ് റൂമിലേക്ക് ആളെ കിടത്തിയിരുത്തിയോളൂ എന്ന് എന്നോട് പറഞ്ഞു. ഞാൻ അങ്ങനെ അയാളെ ഡ്രസ്സിങ് റൂമിലേക്ക് കടത്തിയിരുത്തി. പുറത്തേക്ക് കിടന്നു. അത് കഴിഞ്ഞ് ഞാൻ പുറത്ത് ചെന്നിരുന്നു. പിന്നെ അവിടെ നടക്കുന്ന കാര്യങ്ങൾ ഞാൻ അത്ര ശ്രദ്ധിച്ചില്ല. പിന്നെ ഞാൻ നോക്കിയപ്പോൾ അയാളുടെ കെട്ടക്കഴിച്ച് അവർ ശുശ്രൂഷിക്കുന്നുണ്ട്. അതിൻ്റെ ഒരു ചെറിയ വീഡിയോയും എടുത്തു. അപ്പോഴേക്കും അവർ ഡോറടച്ചു. എൻ്റെ അഹങ്കാരമാണ് സത്യത്തിൽ ഡോക്ടറെ വരുത്തിയത്. അല്ലെങ്കിൽ ഡോക്ടർ 10 മണിക്ക് വരികയുള്ളൂ. ഞാൻ ഡോക്ടറെ വിളിക്കണമെന്ന് പറഞ്ഞപ്പോൾ ആ സ്ത്രീ എന്നോട് പറഞ്ഞത് ഡോക്ടർ പൂർണ്ണ ഗർഭിണിയാണ്. അതായിരുന്നു എനിക്ക് തന്ന മറുപടി. അപ്പോൾ എൻ്റെ മനസ്സിൽ ഞാൻ കുറിച്ചു, ഡോക്ടർ ഗർഭിണിയാണോ അല്ലയോ എന്ന് എനിക്കറിയേണ്ട കാര്യമില്ല. 9 മണിക്ക് ഇവിടെ ഡ്യൂട്ടിക്ക് വന്നിരിക്കണം. അതാണ് എൻ്റെ ഭാഷ്യം. എൻ്റെ അഹങ്കാരം അങ്ങനെയാണ് ഞാൻ പറയാൻ തുനിഞ്ഞത്. ഡോക്ടർ ഗർഭിണിയാണോ എന്നുള്ളത് ഈ വന്നു നിൽക്കുന്ന രോഗികളുടെ വിഷയമല്ല. അതുകൊണ്ട് 9 മണിക്ക് ഡ്യൂട്ടിക്ക് വരണം. ഡ്യൂട്ടിക്ക് വൈകിക്കഴിഞ്ഞാൽ ഞാൻ റിപ്പോർട്ട് ചെയ്യും. മനസ്സിലായോ? അപ്പോഴേക്കും അവർ കാലിലെ ശുശ്രൂഷയൊക്കെ കഴിഞ്ഞു. എന്നിട്ട് ഞാൻ ചെന്നു. അപ്പോൾ ചെന്നപ്പോൾ ഡോക്ടർ അകത്തേക്ക് കിടക്കാൻ പറഞ്ഞു. അപ്പോൾ അവിടെ ഒരു ബോർഡ് എഴുതി വെച്ചിരിക്കുന്നു, പാദരക്ഷ ഉപയോഗിക്കരുതെന്ന്. ഡോക്ടറുടെ മുറിയിൽ പാദരക്ഷ ഉപയോഗിക്കരുതെന്ന്. അപ്പോൾ ഞാൻ ചിന്തിച്ചു, ഇന്ത്യയിലെ ഈ നിയമത്തെക്കുറിച്ച് ഞാൻ പഠിച്ചിട്ടുണ്ട്. ഒരു സർക്കാർ സ്ഥാപനങ്ങളിലേക്ക് ചെല്ലുമ്പോഴും പാദരക്ഷ ഊരി വയ്ക്കേണ്ട ആവശ്യമില്ല. 2-3 ദിവസങ്ങൾക്ക് മുൻപ് ഞാൻ പുത്തമ്പള്ളിയിൽ പോയപ്പോൾ അവിടെ പോലും പാദരക്ഷ ഊരി വയ്ക്കേണ്ട ആവശ്യമില്ല. അതാണ് പുത്തമ്പള്ളിയുടെ നിയമം. മനസ്സിലാക്കുക, പുത്തമ്പള്ളിയുടെ നിയമം. അപ്പോൾ ഒരു ഡോക്ടറുടെ മുറിയിലേക്ക് കടക്കുന്നതിന് പാദരക്ഷ ഊരി വയ്ക്കണമോ എന്ന് ഞാൻ ആലോചിച്ചു. ഞാൻ എൻ്റെ വള്ളിച്ചെരുപ്പ് അവിടെ ഊരി വെച്ചു. ഞാൻ നിയമം ലംഘിച്ചില്ല. അവിടെ എഴുതി വെച്ചിരിക്കുന്ന നിയമം പാലിച്ചു. ഡോക്ടർ വേഗം തന്നെ എൻ്റെ ലിസ്റ്റ് വാങ്ങി. അയാൾക്ക് കുഴപ്പമൊന്നുമില്ല, ഒരു മരുന്ന് എഴുതി തരാം എന്ന് പറഞ്ഞു. ഡ്രസ്സിംഗ് ഒക്കെ കഴിഞ്ഞു. ഞാൻ ആ മരുന്ന് വാങ്ങാൻ ഉള്ള ലിസ്റ്റ് വാങ്ങി. ഞാൻ അത്ര വിശദമായ ഒരു നോവൽ അവതരിപ്പിക്കുന്നത് പോലെ, കഥ അവതരിപ്പിക്കുന്നത് പോലെ അവതരിപ്പിക്കുന്നില്ല. അപ്പോൾ ഞാൻ എൻ്റെ മനസ്സിൽ വിചാരിച്ച കാര്യം ഞാൻ നടത്തി കൊടുത്തു. ആ മനുഷ്യൻ ഡ്രസ്സ് ചെയ്തു കൊടുക്കുക, ശുശ്രൂഷിക്കുക എന്നായിരുന്നു എൻ്റെ ലക്ഷ്യം. അത് ഞാനൊരു സർക്കാർ ആശുപത്രി മുഖാന്തരം നടത്തി കൊടുത്തു. എന്നിട്ട് ഞാൻ മരുന്നിൻ്റെ ലിസ്റ്റ് അയാളുടെ കയ്യിൽ കൊടുത്തു. ഞാൻ 500 രൂപ തന്നിട്ടുണ്ടല്ലോ, അതിന് നിങ്ങൾ ഈ മരുന്ന് വാങ്ങിക്കോ. മരുന്നിന് വേണമെങ്കിൽ 10-50 രൂപയേ വരുള്ളൂ. ബാക്കി കാശ് നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടമുള്ള കാര്യങ്ങൾക്ക് ചെയ്യേ എന്ന് പറഞ്ഞ് ഞാൻ അയാളെ വിട്ടയച്ചു. എൻ്റെ ദൗത്യം തീർന്നു. ഞാൻ വിചാരിച്ച കാര്യം നടന്നു. അപ്പം അതിനിടയിൽ വേറൊരാളവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. അയാൾ പറഞ്ഞു, ഇയാൾക്ക് നല്ല പരിക്കുണ്ട് കേട്ടാ, ഇയാളുടെ കാലിന് നല്ല പരിക്കുണ്ട്, നല്ല വ്രണമുണ്ട് എന്നൊക്കെ അയാൾ എന്നോട് പറഞ്ഞു. ഞാൻ നോക്കിയപ്പോൾ അയാളുടെ വ്രണം പരിഹരിക്കുക എൻ്റെ ലക്ഷ്യമല്ല. സത്യത്തിൽ ഞാൻ അയാളുടെ വ്രണം പരിഹരിക്കുക ലക്ഷ്യമല്ല. എത്രയോ മനുഷ്യരുടെ കാലുകൾ വ്രണമായി കിടക്കുന്നുണ്ട്. അവരെയൊക്കെ എനിക്ക് സഹായിക്കാനാകുമോ, രക്ഷിക്കാനാകുമോ? ഇല്ല. പക്ഷേ എൻ്റെ കൺമുമ്പിൽ വന്നുപെട്ട ഒരു മനുഷ്യനോട് എനിക്ക് ദയ തോന്നി. ആ ദയ അനുസരിച്ച് ഞാൻ അയാൾക്ക് ചികിത്സ കൊടുത്തു. സത്യത്തിൽ നമ്മൾ ഓരോ നിമിഷവും അഹങ്കാരിയാകാനാണ് ആഗ്രഹിക്കുന്നത്. ഞാനിവിടെ ആ ഡോക്ടറെ വിരട്ടി എന്നുള്ളതാണ്. സത്യത്തിൽ അതിൻ്റെ ആവശ്യമുണ്ടോ? ഇല്ല. എന്തിനാണ് ആ ഡോക്ടറുടെ മനസ്സിനെ ഞാൻ വേദനിപ്പിച്ചത്? ഡോക്ടർ വളരെ പെട്ടെന്ന് നടന്നുകൊണ്ട് അവിടേക്ക് എത്തി. അവിടെ അടുത്ത പ്രദേശത്തായിരിക്കാം ഡോക്ടർ താമസിക്കുന്നത്. ഞാൻ കൂടുതൽ അന്വേഷിച്ചില്ല. ഡോക്ടർ പേടിച്ചു. ആ ആശുപത്രിയിലെ മറ്റംഗങ്ങളെല്ലാം ഭയന്നു എന്നുള്ളതാണ് സത്യം.
ഞാൻ അതിൻ്റെയൊക്കെ ഒരുപാട് വീഡിയോകളൊക്കെ എടുത്തു. ഞാനൊരു വിപ്ലവം തന്നെ അവിടെ സൃഷ്ടിച്ചു എന്ന് പറയാം. സത്യത്തിൽ അതിൻ്റെ ഒന്നും ആവശ്യമുണ്ടായിരുന്നില്ല. എൻ്റെ അഹങ്കാരം കൊണ്ടാണ് ഞാൻ അത്രയും ചെയ്തത്. ഞാൻ ഇവിടെ ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു. ഞാൻ 100% ശുദ്ധനായ മനുഷ്യനാകാനാണ് ആഗ്രഹിക്കുന്നത്. ഇനി എൻ്റെ ലക്ഷ്യം അതാണ്, 100% ശുദ്ധനായ മനുഷ്യനാവുക. ആരെയും വരട്ടാനും പേടിപ്പിക്കാനുമൊന്നും നോക്കണ്ട. ഇപ്പോൾ എനിക്ക് ഈ പൊതു താല്പര്യം പറഞ്ഞ്, സേവന താല്പര്യം പറഞ്ഞ് ആ ഡോക്ടറെ ഞാൻ വിരട്ടാൻ നോക്കി. സത്യത്തിൽ അതിൻ്റെ ആവശ്യമില്ല. അവർ വരുന്ന സമയം വരെ ഞാൻ കാത്തിരുന്നാൽ മതി. അവരൊരു 10 മണിക്ക് വരുമായിരുന്നു, ഞാൻ അവരെ വിരട്ടി 9:20 വരുത്തി. സത്യത്തിൽ അതിൻ്റെ ആവശ്യമില്ല. ശരിക്കും അവരുടെ ഡ്യൂട്ടി നോക്കുകയാണെങ്കിൽ അവർ 9 മണിക്ക് വരേണ്ടതാണ്. ഗർഭിണിയാണ് എന്നുള്ളതിൻ്റെ പേരിൽ ആ ഡോക്ടർക്ക് ഒരു ചെറിയ പരിഗണനയൊക്കെ നമുക്ക് കൊടുക്കാം. അതാണ് ശരിയായ രീതി. അപ്പോൾ നമ്മൾ അഹങ്കാരമില്ലാതിരിക്കുക, അതാണ് ഒരു മനുഷ്യൻ്റെ ഏറ്റവും വലിയ ആവശ്യം. അത് മതത്തിൽ പറഞ്ഞതുകൊണ്ടല്ല, പുരോഹിതവർഗം പറഞ്ഞതുകൊണ്ടല്ല, സ്വന്തം മനസ്സിൽ ആലോചിച്ചാൽ അറിയാം എന്തിനാണ് മറ്റൊരാളെ ഉപദ്രവിക്കുന്നത്. എനിക്കിപ്പോൾ കലക്ടറെ വേണമെങ്കിൽ ഉപദ്രവിക്കാനുള്ള യോഗ്യതയുണ്ട്. ഞാൻ ബോധിനിയാണ്, ഞാനൊരു പൊതുപ്രവർത്തകനാണ്, ഞാൻ 10-20 വർഷമായി പൊതുപ്രവർത്തകനാണ് എന്ന് പറഞ്ഞുകൊണ്ട് എനിക്ക് വേണമെങ്കിൽ കലക്ടറെ ദ്രോഹിക്കാം. കലക്ടർ നടത്തുന്ന എന്തെങ്കിലും പോരായ്മകൾ ചൂണ്ടിക്കാട്ടി എനിക്ക് ഇന്ത്യൻ പ്രസിഡന്റിനും ഇന്ത്യൻ പ്രധാനമന്ത്രിക്കും ഗവർണർക്കും നമ്മുടെ മുഖ്യമന്ത്രിക്കും പരാതികൾ അയക്കാം. അങ്ങനെ പരാതികൾ അയച്ചാൽ അയാൾക്ക് ബുദ്ധിമുട്ട് നേരിടും. അപ്പോൾ നമുക്ക് ഒരു കലക്ടറെ പോലും ഉപദ്രവിക്കാൻ എളുപ്പമാണ്, അല്ലേ? ആരെയാണ് നമുക്ക് ഉപദ്രവിക്കാൻ കഴിയാത്തത്? ആരെയും ഉപദ്രവിക്കാം. പ്രധാനമന്ത്രിയെ ഒന്നും പെട്ടെന്ന് ഉപദ്രവിക്കാൻ ആരും ശ്രമിക്കണ്ട, അത് കഴിയില്ല. പിണറായി വിജയനെ ഒന്നും ഉപദ്രവിക്കാൻ ശ്രമിക്കണ്ട, അത് പെട്ടെന്ന് കഴിയില്ല. പക്ഷെ വേണമെങ്കിൽ നമുക്ക് നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന ദോഷങ്ങളുണ്ട് എന്നൊക്കെ പറഞ്ഞ് പ്രധാനമന്ത്രിക്ക് കത്തയക്കാം. പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് നമ്മളെ വിളിക്കും, നിങ്ങളുടെ പരാതി പരിഹരിച്ചു കിട്ടിയോ എന്ന് ചോദിച്ച്. അത്രയേ ഉള്ളൂ, അങ്ങനെ ഒരു വിളി കിട്ടും. എനിക്ക് അങ്ങനെ ഒരുപാട് വിളികൾ പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. പല കാര്യങ്ങൾക്കും ഞാൻ പ്രധാനമന്ത്രിക്ക് പരാതി കൊടുക്കാറുണ്ട്. ഞാൻ ഈ അടുത്ത അവസരത്തിൽ ഒരു പരാതിയെ 25 സ്ഥാപനങ്ങളിലേക്ക് കൊടുത്തു. ആരെയും ദ്രോഹിക്കാത്തൊരു പരാതി. എനിക്ക് ദ്രോഹിക്കാനൊക്കെ അറിയാം, പക്ഷേ ഞാൻ അഹങ്കാരി അല്ലാത്തതിനാൽ കഴിയുന്നു ആരെയും ദ്രോഹിക്കരുതെന്ന് തീരുമാനിച്ചിരിക്കുകയാണ്. ഞാനിങ്ങനെ റോഡിലെ സ്ഥാപനങ്ങളുടെ ബോർഡ് വായിക്കുമ്പോൾ അതിലെല്ലാം ഇംഗ്ലീഷാണ് എഴുതിയിരിക്കുന്നത്. എനിക്ക് ഇംഗ്ലീഷ് വായിക്കാൻ അറിയില്ല, അതൊരു വലിയ പ്രശ്നമാണ്. ഇംഗ്ലീഷിലെ ബോർഡ് വായിക്കാൻ എനിക്കറിയില്ല. ഞാനിങ്ങനെ തപ്പും തരുതിയും ബോർഡ് വായിക്കാൻ നോക്കും, എനിക്ക് പല ബോർഡുകളും വായിക്കാൻ കഴിയില്ല. ഇത് കണ്ട് ഞാൻ നടക്കാൻ പോയപ്പോൾ എനിക്കൊരു ദിവസം തോന്നി, ഇതൊന്ന് പ്രധാനമന്ത്രിയെയും ഗവർണറെയും എല്ലാ കലക്ടർമാരെയും എല്ലാ പഞ്ചായത്തുകളിലും അല്ലെങ്കിൽ എല്ലാ കോർപ്പറേഷനുകളിലും ഇതൊന്ന് അറിയിക്കണം. ഞാൻ കുറിച്ചിട്ടു. വീട്ടിൽ വന്നു, ഞാൻ പോയി ടൈപ്പ് ചെയ്യിച്ചു. ഈ കുട്ടനൂരിൽ പോയി ഞാനത് ടൈപ്പ് ചെയ്തു. പ്രധാനമന്ത്രിക്കൊരു കത്തെഴുതി. അതിലിങ്ങനെ എഴുതി, ഈ കേരളത്തിൽ സ്വകാര്യ സ്ഥാപനങ്ങളുടെ ബോർഡുകളിൽ മലയാളം എഴുതുന്നില്ല. കേരളത്തിൽ 2000 ആണ്ട് മുതൽ ഭരണഭാഷ മലയാള ഭാഷയാക്കിയിട്ടുണ്ട്. അതെനിക്കറിയാമായിരുന്നു, അതെൻ്റെ ഒരു വിജ്ഞാനമാണ്. 2000 ആണ്ട് മുതൽ ഞാൻ അക്കാലത്തും ഇവിടെ പോസ്റ്റർ പ്രചരണത്തിലും സാമൂഹ്യ പ്രവർത്തനത്തിലും ഏർപ്പെട്ടിരുന്ന ആളാണ്. 2000 ആണ്ട് മുതൽ ഭരണഭാഷ മലയാള ഭാഷയാക്കിയിട്ടുണ്ട്. കോടതി ഭാഷ മലയാള ഭാഷയാക്കിയിട്ടില്ല കേട്ടോ. അപ്പോൾ മലയാളത്തിൽ ബോർഡ് എഴുതണമെന്ന് നിർബന്ധമുണ്ട്, നിയമമുണ്ട്. ആരും ഈ നിയമം പാലിക്കുന്നില്ല. ആ സ്ഥലത്തിൻ്റെ പേരും ആ സ്ഥാപനത്തിൻ്റെ പേരും മലയാളത്തിലും ഇംഗ്ലീഷിലും എഴുതേണ്ടതാണ്. ആരും ഇത് പാലിക്കുന്നില്ല. എന്നെ ഇത് ചൊടിപ്പിച്ചു. ഞാൻ 50 ലെറ്ററുകൾ എഴുതി. 50 ലെറ്ററുകൾ 5 രൂപ സ്റ്റാമ്പ് ഒട്ടിച്ച് ഈ എൻ്റെ പ്രധാനമന്ത്രിക്കുള്ള ലെറ്ററിൻ്റെ കോപ്പി എടുത്ത് ഞാൻ മുഖ്യമന്ത്രിക്കും ഗവർണർക്കും കേരളത്തിലെ 14 കലക്ടർമാർക്കും എത്ര കോർപ്പറേഷനുള്ളത് ആ കോർപ്പറേഷനുകളിലേക്കും ഒക്കെ ഞാൻ കത്തെഴുതി. എൻ്റെ പരാതി ഇതാണ്. എൻ്റെ പരാതി, ബോർഡുകളിൽ, സ്വകാര്യ ബോർഡുകളിൽ മലയാളം എഴുതുന്നില്ല, ഇത് പരിഹരിച്ചു തരണം എന്ന് പറഞ്ഞ് ഞാനൊരു കത്തെഴുതി. പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് എനിക്ക് മറുപടി വന്നു, നിങ്ങളുടെ കത്ത് ഞങ്ങൾ വേണ്ട സ്ഥലങ്ങളിലേക്ക് കൊടുത്തയച്ചിട്ടുണ്ട്, നിങ്ങൾ അവിടെയൊക്കെ അത് അന്വേഷിക്കണം, അത് നടത്തി കിട്ടുന്നുണ്ടോ എന്ന് നിങ്ങൾ പരിശോധിക്കണം എന്ന് പറഞ്ഞ് പ്രധാനമന്ത്രിയുടെ അവിടെ നിന്ന് എനിക്കൊരു വിളി വന്നു.
ഗവർണർ എന്നെ അന്വേഷിച്ചില്ല, മുഖ്യമന്ത്രി എന്നെ അന്വേഷിച്ചില്ല, കളക്ടർമാരെന്നെ അന്വേഷിച്ചില്ല, കോർപ്പറേഷനുകൾ എന്നെ അന്വേഷിച്ചില്ല. ഈ കാര്യത്തെക്കുറിച്ച് എനിക്കൊരു മറുപടി തന്നില്ല. പക്ഷേ എന്നെ സന്തോഷിപ്പിച്ചൊരു സംഭവമുണ്ടായി. കണ്ണൂർ കളക്ടറേറ്റിൽ നിന്ന് എനിക്കൊരു വിളി വന്നു. അയാൾ എന്നോട് പറഞ്ഞു, നിങ്ങളുടെ ആവശ്യം വളരെ ന്യായമാണ്, അത് കഴിയുന്നതും പാലിക്കുന്നതിന് ഞങ്ങൾ ഇവിടെ ശ്രമിക്കുന്നുണ്ട്. നിങ്ങളിനി ഇതിൻ്റെ ഭാഷാപരമായ ഒരു ഓഫീസുണ്ട്, ആ ഓഫീസിലേക്ക് ഒരു കത്തയക്കണം, അവരാണ് ഇതൊക്കെ തീരുമാനിക്കുന്നതും നിശ്ചയിക്കുന്നതും എന്ന് പറഞ്ഞ് അയാൾ ഫോണിലൂടെ എനിക്കൊരു ഉപദേശം തന്നു. ഭാഷാപരമായൊരു സ്ഥാപനമുണ്ട്, ആ സ്ഥാപനത്തിൻ്റെ പേരൊക്കെ എനിക്ക് പറഞ്ഞു തന്നു. അവിടേക്ക് കത്തയക്കണം എന്ന് അയാൾ എനിക്ക് ഒരു ഉപദേശം തന്നു. വേറെ ഒരു പിന്നെ തിരുവനന്തപുരത്തുനിന്ന്, ഞാൻ പറയണമല്ലോ, തിരുവനന്തപുരത്തുനിന്ന് എനിക്ക് സന്തോഷകരമായ ഒരു മറുപടി കിട്ടി കോർപ്പറേഷനിൽ നിന്ന്. തിരുവനന്തപുരത്തെ കോർപ്പറേഷനിലെ മേയറൊക്കെ തരികടയാണെങ്കിലും എനിക്കൊരു മറുപടി കിട്ടി. ഞാൻ അതിൽ സന്തോഷിച്ചു. നിങ്ങളുടെ പരാതി കിട്ടി, അതിന് നടപടി എടുക്കുന്നുണ്ട് എന്നായിരുന്നു അതിനുള്ള മറുപടി. എന്നെ ആ മറുപടി വളരെ സന്തോഷിപ്പിച്ചു. എൻ്റെ പരാതി ബോർഡുകളിൽ മലയാളം എഴുതണമെന്നുള്ളതാണ്. തിരുവനന്തപുരം കോർപ്പറേഷൻ എനിക്ക് മറുപടി തന്നു, നിങ്ങളുടെ പരാതി പരിഗണിച്ചിട്ടുണ്ട്, അതിന് എല്ലാ സ്ഥലത്തേക്കും കത്തുകൾ അയക്കുന്നതിന് തീരുമാനിച്ചിട്ടുണ്ട്. മനസ്സിലായോ? അപ്പോൾ നമുക്ക് നല്ല കാര്യങ്ങളൊക്കെ നമുക്ക് പരാതിപ്പെടാം, അതിന് മറുപടിയും കിട്ടും. ഞാൻ എത്രയോ യുദ്ധങ്ങൾ ചെയ്തിരിക്കുന്നു, എത്രയോ ഓഫീസുകളിലേക്ക് ഞാൻ പരാതികൾ കൊടുത്തിരിക്കുന്നു, എത്രയോ ഓഫീസർമാരെ ഞാൻ വട്ടം കറക്കിയിരിക്കുന്നു. ഇതൊക്കെ ഞാൻ ചെയ്യിച്ചിട്ടുണ്ട്. എനിക്കിതിൻ്റെ വഴികളും മാർഗങ്ങളും ഒക്കെ അറിയാം. നല്ല രീതിയിൽ ഒരു അപേക്ഷ എഴുതാൻ എനിക്കറിയാം. എൻ്റെ കൈയക്ഷരം മോശമായതുകൊണ്ട് ഞാൻ ടൈപ്പ് ചെയ്യിക്കുകയാണ് പതിവ് എന്ന് മാത്രം മനസ്സിലാക്കുക. ഇപ്പോൾ ഞാൻ ചിന്തിക്കുന്നത്, ആരെയും ഉപദ്രവിക്കരുത്, നുണ പറയരുത്, ഗാന്ധിജിയെ പോലെ ആവുക. ഞാൻ ഗാന്ധിജി ആവാനല്ല, ഗാന്ധിജിക്ക് ഒരുപാട് ഗുണങ്ങളുണ്ടായിരുന്നു, എനിക്കറിയാം. അയാളുടെ ജീവിതത്തിലെ സെക്സ് കാര്യങ്ങൾ പോലും തുറന്നടിച്ച് അയാളുടെ ആത്മകഥയിൽ എഴുതിയിട്ടുണ്ട്. അയാളുടെ തെറ്റുകുറ്റങ്ങളെക്കുറിച്ച് എഴുതിയിട്ടുണ്ട്. അയാളുടെ മാംസം കഴിക്കുന്ന വിഷയത്തെക്കുറിച്ച് എഴുതിയിട്ടുണ്ട്. അങ്ങനെ ധാരാളം കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ കേൾക്കുന്നത് കുക്കു FM-യിലൂടെ ഗാന്ധിയുടെ ആത്മകഥയാണ്. അതെനിക്ക് പ്രചോദനമാകുന്നുണ്ട്. ഇപ്പോൾ ഞാൻ ഇത്രയും നേരം ലൈവിൽ സംസാരിച്ചു. ഇനി ഞാൻ സമയം നോക്കുകയാണ്. സമയം എത്രയായി? ഇതാ 50 മിനിറ്റായി. ഇനി ഇതുപോലെ ഞാൻ എനിക്ക് പറയാനുള്ള കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. ഒരു യാചകനെ കണ്ടുമുട്ടിയ കഥയെ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. ഇനി ഞാൻ ഒരു കഥ കൂടി പറഞ്ഞ് ഇവിടെ ഈ ലൈവ് അവസാനിപ്പിക്കുകയാണ്. കാരണം ഞാനിത് എന്നോടാണ് പറയുന്നത്, നിങ്ങളിത് കേട്ടിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നിങ്ങൾ കേട്ടിരിക്കണമെന്ന് എനിക്കൊരു നിർബന്ധവുമില്ല, ഒരു നിർബന്ധവുമില്ല. ഞാൻ ഇന്നലെ നടക്കാൻ പോയി, ചുരുക്കി പറയുകയാണ്, സൈക്കിളിൽ പോയി. അപ്പോൾ ഇങ്ങനെ വെറുതെ ലക്ഷ്യമില്ലാതെ സൈക്കിൾ ഇങ്ങനെ വ്യായാമത്തിന് വേണ്ടി ഓടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എത്തിപ്പെട്ടത് ഇവിടെ അടുത്ത് തന്നെയുള്ള ഈ 2-3 കിലോമീറ്റർ ചുറ്റളവിലുള്ള ഒരു ക്ഷേത്രത്തിലാണ്. ഞാൻ ആ ക്ഷേത്രത്തിൻ്റെ പേരൊന്നും പറയുന്നില്ല. അവിടെ ഞാൻ ചെരുപ്പ് ഊരി വെച്ചു. നോക്കിയപ്പോൾ മുൻപിൽ തന്നെ അവിടെ എഴുതി വച്ചിരിക്കുന്നു, അഹിന്ദുക്കൾക്ക് പ്രവേശനമില്ല. എന്നെ അത് ചൊടിപ്പിച്ചു എന്നൊന്നും പറയാൻ പറ്റില്ല. ഇത് പല ക്ഷേത്രങ്ങളിന് മുന്നിലും എഴുതി വച്ചിട്ടുണ്ട്, അഹിന്ദുക്കൾക്ക് പ്രവേശനമില്ല. ഞാൻ കരുതി ഞാനിങ്ങനെ നുണ പറഞ്ഞുകൊണ്ട്, അല്ലെങ്കിൽ നുണ അഭിനയിച്ചുകൊണ്ട്, തെറ്റ് അഭിനയിച്ചുകൊണ്ട്, ഒരു ക്രിസ്ത്യാനിയാണെന്ന് മറച്ചു വെച്ചുകൊണ്ട് ഹിന്ദുവാണെന്ന ഭാവേന എനിക്കതിനുള്ളിലേക്ക് കിടക്കാം. പക്ഷേ ഞാൻ കരുതി വേണ്ട, സത്യസന്ധരാവുക. ഞാൻ അതിൻ്റെ സൈഡിൽ 2 ഫോൺ വെച്ച് എഴുതിക്കൊണ്ടിരിക്കുന്ന ഒരു മാന്യനായ മനുഷ്യനെ കണ്ടു. അയാളുടെ കുത്തിക്കുറിക്കലുകൾക്ക് കുറച്ചു നേരം കാത്തു നിന്നു. ഞാൻ ചോദിച്ചു, ഇവിടെ ഇങ്ങനെ എഴുതി വച്ചിരിക്കുന്നുവല്ലോ, അഹിന്ദുക്കൾക്ക് പ്രവേശനമില്ലെന്ന്. ഞാൻ ക്രിസ്ത്യാനാണ്, ഞാൻ നിയമപരമായ ക്രിസ്ത്യാനിയാണ്, എനിക്ക് മതമില്ല, എനിക്ക് ഒരു ജാതിയുമില്ല, അങ്ങനെയാണ് ജീവിക്കുന്നത്. പക്ഷേ എൻ്റെ സർട്ടിഫിക്കറ്റിൽ ഞാൻ ക്രിസ്ത്യാനിയാണ്, റോമൻ കാത്തലിക്കാണ് സർട്ടിഫിക്കറ്റിൽ. എനിക്കിവിടെ കിടക്കാൻ പറ്റുമോ? ഇല്ലല്ല, നിയമം അങ്ങനെയാണ്. നിങ്ങൾക്ക് അവിടെ കിടക്കാൻ, ഉള്ളിലേക്ക് പ്രവേശിക്കാൻ നിയമമില്ല. അപ്പം ഞാൻ അവിടെ നോക്കിയപ്പോൾ ഇവിടെ പുനരുദ്ധാരണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിന് വലിയ പണച്ചെലവ് ആവശ്യം വരും. ഞാനൊരു നുണയിലേക്ക് കടന്നു. എനിക്ക് ഈ ക്ഷേത്രമൊന്ന് സന്ദർശിക്കണമെന്ന് ആഗ്രഹമുണ്ട്, സാധിക്കുകയാണെങ്കിൽ എന്തെങ്കിലും ഒരു സംഭാവന തരണമെന്നുമുണ്ട്. അയാൾ സന്തോഷവാനായി.
അയാൾ വാചാലമായി കുറേ എന്നോട് സംസാരിച്ചു. അയാളുടെ പണിയൊക്കെ നിർത്തിവെച്ചു. അയാൾ പറഞ്ഞു, 60 ലക്ഷം രൂപയുടെ ബഡ്ജറ്റാണിവിടെ. 60 ലക്ഷം രൂപ വേണം. ഇപ്പോൾ അതിന് 20 ലക്ഷമേ ആയിട്ടുള്ളൂ. അപ്പോൾ ഞാൻ എന്തെങ്കിലും സംഭാവന തരികയാണെങ്കിൽ അതിനെങ്ങനെയാണ് രീതി? നിങ്ങളുടെ പേര് ഗ്രാനൈറ്റിൽ കൊത്തിവെക്കും. ആ ഗ്രാനൈറ്റിൽ കൊത്തിവെക്കുന്ന പേരിനോടൊപ്പം നിങ്ങൾ തന്ന പൈസയും കൊത്തിവെക്കും. ഈ ക്ഷേത്രം ഉള്ളിടത്തോളം കാലം നിങ്ങളുടെ പേര് ഇവിടെ ഇങ്ങനെ പരസ്യപ്പെടുത്തിക്കൊണ്ടിരിക്കും, പരസ്യപ്പെട്ട് നിൽക്കും. എനിക്ക് തമാശ തോന്നി. അയാൾ പറയുന്നത് ലോകം അവസാനിക്കുന്നതുവരെ ആ ഗ്രാനൈറ്റ് കല്ല് അവിടെ ഉണ്ടാകുമെന്നാണ്. അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, ഈ ക്ഷേത്രത്തിന് എത്ര പഴക്കമുണ്ട്? അയാൾ പറഞ്ഞു, 400 വർഷം. ഓഹോ, 400 വർഷം പഴക്കമുണ്ടോ? ആഹോ, അയ്യോ, ഞാനത് അങ്ങനെ വെറുതെ ചോദിച്ചു. 400 വർഷം പഴക്കമുണ്ടോ? അതിശയത്തോടെ ഞാൻ ചോദിച്ചു. അപ്പോൾ അയാൾ പറഞ്ഞു, രേഖകളുണ്ട്. 400 വർഷം ഈ ക്ഷേത്രത്തിന്, ഭഗവതി ക്ഷേത്രമാണെന്ന് തോന്നുന്നു, ക്ഷേത്രത്തിന് പഴക്കമുണ്ടെന്ന് രേഖകളുണ്ട്. ഞാൻ ഒരു തർക്കത്തിന് നിന്നില്ല. 400 അല്ല 4000 കൊല്ലം പഴക്കമുണ്ടെങ്കിലും എനിക്കെന്താ വിരോധം എന്ന മട്ടിൽ ഞാൻ നിന്നു. ഞാൻ സൗമ്യതയോടെ ചോദിച്ചു, താങ്കൾ ആരാണ്? അയാൾ പറഞ്ഞു, ഈ ക്ഷേത്രത്തിൻ്റെ പ്രസിഡൻ്റാണ്. വേറൊരു ക്ഷേത്രത്തിൻ്റെയും പ്രസിഡൻ്റാണ്. 2 ക്ഷേത്രത്തിൻ്റെ പ്രസിഡൻ്റാണ് ഞാൻ. ഇവിടെ സംഭാവന കിട്ടുന്ന ആളുകൾക്ക് മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുകയാണ്. 2 ഫോണിലും കൂടെ അയാൾ ചെയ്യുന്നത് അതാണ്. മനസ്സിലാക്കുക. അപ്പോൾ അയാൾ പറഞ്ഞത് എന്താ? നിങ്ങൾ സംഭാവന തരികയാണെങ്കിൽ വലിയ ഗ്രാനൈറ്റ് കല്ലിൽ നിങ്ങളുടെ പേര് കൊത്തി വയ്ക്കപ്പെടും, തന്ന സംഖ്യയും. അപ്പോൾ ഒന്ന് ചിന്തിച്ച് നോക്കുക. പോകുന്ന പോക്ക് 20 ലക്ഷം രൂപയെ അവിടെ പിരിഞ്ഞു കിട്ടിയിട്ടുള്ളൂ. ഇനി 40 ലക്ഷം രൂപയും കൂടി വേണം. എനിക്കൊന്ന് കാണാമോ എന്ന് വീണ്ടും ഞാൻ ചോദിച്ചു. അപ്പോൾ അയാൾ പറഞ്ഞു, ഈ ക്ഷേത്രത്തിൻ്റെ പുറത്തൊന്ന് നിങ്ങൾ ചുറ്റി കണ്ടുകൊള്ളുക. അയാൾ അനുവാദം തന്നു. കാരണം ഞാൻ സംഭാവന കൊടുക്കാൻ പോകുന്ന ആളാണല്ലോ. അതിനിടയിൽ എന്നോട് ചോദിച്ചു, നിങ്ങൾ ആരാണ്? ഞാൻ ബോധിനി, ഒരു പൊതുപ്രവർത്തകനാണ് എന്ന് പറഞ്ഞു. ഞാൻ ദൈവവിശ്വാസിയല്ല എന്ന് പറഞ്ഞു. പിന്നെ ഞാൻ പറഞ്ഞു, അയാളുടെ ചോദ്യത്തിന് മറുപടി എന്ന പോലെ, എൻ്റെ മകള് സിനിമാ നടിയാണ്. ഓ, സിനിമാ നടിയാണോ? അപ്പോൾ അയാൾക്ക് ഒന്നുകൂടി ഉഷാറായി. അതിന് കൂടാതെ ഞാൻ പറഞ്ഞു, ഞാൻ ഒരു ധനികനും കൂടിയാണ്. എൻ്റെ മകള് സിനിമാ നടിയുമാണ്, ഞാനൊരു ധനികനും കൂടിയാണ്. നിങ്ങൾക്ക് സംഭാവന തരണമോ എന്ന് ഞാൻ ആലോചിക്കുകയാണ് എന്ന് വെറുതെ പറഞ്ഞു. അപ്പോഴാണ് അയാൾ എനിക്കൊരു അനുമതി തന്നത്. അപ്പോൾ ഞാൻ ക്രിസ്ത്യനാണെങ്കിലും ക്ഷേത്രത്തിന് ചുറ്റും നടക്കാനുള്ള അനുമതി എനിക്ക് തന്നു. ഞാനങ്ങനെ ക്ഷേത്രത്തിന് ചുറ്റും നടന്നു. 1 ഏക്കറാണ് ആ ക്ഷേത്രം. ചുറ്റുമതിലുണ്ട്. അതിന് പുറകിലൊരു കുളമുണ്ട്. ഞാൻ ആ ക്ഷേത്രത്തിനുള്ളിൽ പണിതുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെയൊക്കെ കണ്ടു. അപ്പോൾ ഈ പ്രസിഡൻ്റ് എന്നോട് പറഞ്ഞു, നിങ്ങൾക്ക് ഈ പ്രധാന പ്രതിമയല്ലല്ലോ, ബിംബോ അല്ലെങ്കിൽ വിഗ്രഹം. പ്രധാന വിഗ്രഹത്തിൻ്റെ 2 സൈഡിൽ എന്തോ ഒരു വിഗ്രഹം വയ്ക്കണം. അത് നിങ്ങൾക്ക് ഏറ്റെടുക്കാൻ പറ്റുകയാണെങ്കിൽ അത് വലിയ തോതിൽ നിങ്ങൾക്ക് പ്രസിദ്ധി കിട്ടും. അവിടെയൊക്കെ നിങ്ങളുടെ പേര് കുത്തിവെക്കപ്പെടും എന്നൊക്കെ പറഞ്ഞു. അതിന് എത്രയോ വലിയൊരു പൈസയൊക്കെ വേണമെന്ന് പറഞ്ഞു എന്നോട്. അപ്പോൾ ഞാൻ എൻ്റെ മകൾ സിനിമാ നടിയാണെന്നും ധനികനാണെന്നും പറഞ്ഞുകൊണ്ടാണ് അയാൾ അത്രയുമൊക്കെ സംസാരിച്ചത്. എനിക്ക് സത്യത്തിൽ കഷ്ടമാണ് തോന്നിയത്. എന്തൊരു കഷ്ടം! എന്തൊരു കഷ്ടം! ഞാനൊരു കോള് വന്നു. അതുകൊണ്ട് ഈ ലൈവ് സമയം കഴിഞ്ഞതുകൊണ്ടും ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നാളെ കാണാം 7 മണിക്ക്. ഞാൻ ബോധിനി. എൻ്റെ യൂട്യൂബ് ബോധിമാർഗം എന്നാണ്. ഇനി നാളെ കാണാം.